Hello. Hello. Good evening. Good evening. ഞാൻ audible ആണോ? Fine. Yes, audible ആണ്. All right, all right. Good evening all. നമ്മൾ പറഞ്ഞ സമയം ഏകദേശം ആയിട്ടുണ്ട് 7:30. Okay, myself Junaid. ഞാൻ Happlyf Wellness ഒരു പാർട്ടാണ്. ആൻഡ് ഈ ഒരു സെഷനിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കമിങ് യു ഓൾ. നമ്മൾ Happlyf സൈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നടത്തുന്ന വെബിനാറാണിത്. വി ഡിഡ് എ വെബിനാർ ലാസ്റ്റ് വീക്ക്. മുമ്പ് ആ ഗ്രൂപ്പിന് മെമ്പേഴ്സ് അല്ലാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ വെബിനാറിന്റെ റെക്കോർഡിംഗ് എല്ലാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എങ്ങനെ ഒരു സി വി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ നല്ല രീതിയിൽ എങ്ങനെ ഇന്റർവ്യൂക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം, പ്രസന്റ് ചെയ്യാന്നൊക്കെയുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വെബിനാറായിരുന്നു. ഇതുപോലത്തെ കരിയർ ബേസ്ഡ് ആയിട്ടുള്ള വെബിനാർസ് സ്പെസിഫിക്കലി ഫോക്കസ്ഡ് ഓൺ സൈക്കോളജി കമ്മ്യൂണിറ്റി ഈ ഗ്രൂപ്പിലും മറ്റുമായിട്ട് വരുന്നുണ്ടാവും. അതിന്റെ പാർട്ടായിട്ടുള്ളൊരു വെബിനാറാണ് ഇപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ടോപ്പിക് ഗൾഫ് കൺട്രീസിൽ, GCC കൺട്രീസിൽ സൈക്കോളജി പ്രൊഫഷണൽസിനുള്ള ഓപ്പർച്യൂണിറ്റീസും ആ ഓപ്പർച്യൂണിറ്റീസിലേക്കൊക്കെ എങ്ങനെ എത്തിപ്പെടാം, അപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പുകളും അതുപോലെ രജിസ്ട്രേഷൻ റിക്വയർമെന്റ്സ്, ലൈസൻസിങ് റിക്വയർമെന്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 7:30. മോർ ആൻഡ് മോർ പീപ്പിൾ ആർ ജോയിനിങ്. നമുക്ക് സൂൺ തന്നെ വെബിനാറിലേക്ക് കടക്കാം. നമ്മളൊരു 1 hour ആണ് സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബട്ട് Q&A ആവശ്യത്തിനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ വി മൈറ്റ് അപ് ടു ഒരു 9 o'clock വരെ നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വി ലിമിറ്റ് ദ സെഷൻ ടിൽ 9 o'clock. ആൻഡ് ഈ ഒരു സെഷന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ലേറ്റർ ഓൺ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ആൻഡ് ഇതുപോലത്തെ വെബിനാർസിനും മറ്റുമായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ജസ്റ്റ് ടു ഗിവ് യു എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, നമ്മൾ Happlyf Wellness എന്ന് പറയുന്ന കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. Happlyf Wellness സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് ഓൺലൈനായിട്ട് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. വി ഹാവ് 6 സൈക്കോളജിസ്റ്റ് നമ്മുടെ ഇന്റേണൽ ആയിട്ട്. ആൻഡ് നമ്മുടെ സർവീസസ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ഈ ഒരു മെന്റൽ ഹെൽത്ത് അവയർനെസ്സും മറ്റും എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു വിഷന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് സെഷനിലേക്ക് കടക്കാം. സോ ഇന്ന് സെഷൻ എടുക്കാൻ പോകുന്നത് ഷമീമയാണ്. സോ ഇൻവൈറ്റിംഗ് ഷമീമ ടു ടേക്ക് ഓവർ ഫ്രം ഹിയർ. സ്റ്റാർട്ട് ചെയ്യാം. Junaid, can I start? Yeah. Yeah, okay. Please. I think I'll share my screen first. Okay. I think so good evening. PPT കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. Junaid, PPT visible അല്ലേ? Yes. Yes, okay. Thank you so much. And sorry? Full screen ആണോ അപ്പോ? Okay. So So good evening and thank you Happlyf. First of all, I extend my gratitude to Happlyf and team for giving me such an opportunity to convey and discuss regarding the various opportunities for psychology professionals in Gulf countries. Myself, Shamima Abdulaziz. I'm working as a school counselor in Indian High School, Dubai. I'm a psychologist working since last 4 to 5 years.
ഞാനിപ്പോൾ ഈ ഫേമിൽ സ്കൂൾ കൗൺസിലറായിട്ട് ദുബായിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 years ആയി. ബിഫോർ ദാറ്റ് ഐ വാസ് വർക്കിംഗ് ആസ് HOD back in Kerala, in a college named as Grace Valley Arts and Science College near Malappuram district in Kerala. And I was also working as a visiting consultant psychologist in Care Psychological Wellbeing Center, which is also situated in Malappuram. So, since I have been migrated to UAE and started working here, ഒരുപാട് പേര് പേഴ്സണലിയും അല്ലാതെയും സോറി ക്ലിയർ അല്ലേ, ഓഡിബിൾ അല്ലേ? Is there any Yes, clear ആണ്. Okay, fine. സോ ഒരുപാട് പേര് പേഴ്സണലിയും അല്ലാതെ ഒക്കെ ചോദിച്ചു വരുന്ന ഒരു വലിയ കൺസേൺ ആണ് റിഗാർഡിങ് എങ്ങനെയാണ് UAE ജോലി കിട്ടിയത്, എങ്ങനെയാണ് UAE കയറിയത്, എങ്ങനെയാണ് അവിടുത്തെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്നൊക്കെ. സോ ഞാൻ സെഷന് കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ബേസിക്കലി എല്ലാ ലൈസൻസിങ് സിസ്റ്റംസും ലൈക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു എല്ലാ കൺട്രീസിനും ബേസിക്സ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ നമ്മുടെ ലൈസൻസിങ്ങിലുള്ള പേരുകളുടെ വ്യത്യാസം മാത്രമേ കാര്യമായിട്ട് വരുന്നുള്ളൂ. എനിവേ വി വിൽ ഡിസ്കസ് എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു കീപ് ടൈപ്പിംഗ് ഓൺ ദ ചാറ്റ് ബോക്സ്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സെഷൻ വി വിൽ ഡിസ്കസ് ഇറ്റ്. Okay, and also taking up a cautious reminder that I am having my son with me. ചെറിയ distractions ഉണ്ടാവും. So advanced ആയിട്ട് എല്ലാവരോടും ആദ്യമേ അപ്പോളജീസ് ചോദിക്കുകയാണ് ആ ചെറിയ ഡിസ്ട്രാക്ഷൻസിന്. ഓക്കെ, സോ ബേസിക്കലി നമ്മളിപ്പോൾ ഇന്നത്തെ സെഷൻ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഗൾഫ് കൺട്രീസ് ഫോർ സൈക്കോളജി പ്രൊഫഷൻസിൽ കവർ ചെയ്യുന്നത് UAE. Since I'm working in UAE, I know a lot of things regarding the profession here in UAE. അതല്ലാതെ നമ്മൾ കുവൈറ്റ്, ഖത്തർ, സൗദി പോലെയുള്ള രാജ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ഗൾഫ് രാജ്യത്ത് സൈക്കോളജി പ്രൊഫഷൻസിന്റെ ഒരു സിറ്റുവേഷനെ പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിമാൻഡിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സൈക്കോളജി പ്രൊഫഷൻസ് നമുക്കറിയാം നാട്ടില് ഇപ്പോ മലപ്പുറം ജില്ലയിൽ, ഐ എം ബേസിക്കലി ഫ്രം മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പൊ മലപ്പുറം ജില്ല മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാടധികം, അതായത് ഐ തിങ്ക് നിയർലി മോർ ദൻ 30 കോളേജസില് സൈക്കോളജി മാത്രം സൈക്കോളജി ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വർഷം എത്ര ഗ്രാജുവേറ്റ്സ് ആണ് ഇപ്പൊ പാസ്സായാലും ഇല്ലെങ്കിലും എത്ര പേര് സൈക്കോളജിക്ക് എൻറോൾ ചെയ്യുന്നു. മലപ്പുറം ജില്ലയിൽ 30-ലധികം കോളേജസിന് മാത്രം എത്ര പേര് ഗ്രാജുവേറ്റ്സ് ആയിട്ട് പുറത്തിറങ്ങുന്നു. അതിൽ എത്രയോ പേര് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് പോയിട്ട് അവര് PG ഹോൾഡേഴ്സ് ആവുന്നു സൈക്കോളജിയിൽ. സോ ദ കോമ്പറ്റീഷൻ ഇൻ ദ ഫീൽഡ് ഇസ് ഓൾറെഡി ടു ഹൈ. ഓക്കെ, I'll make it. Okay, is that fine? So the competition in the field is already too high. Okay, ഇനി ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് പറയുമ്പോൾ നമ്മൾ കോളേജസ് ഒക്കെ ഉണ്ട്, നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വൈഡ്ലി ആണെങ്കിൽ പോലും ഇവിടെയും സൈക്കോളജി ഫീൽഡ് ഗ്രോയിങ് ആണ്. എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡിന് കാലശേഷം സൈക്കോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഹൈ. പ്രത്യേകിച്ച് sorry, is there any concerns? Okay, I'll continue. So especially after കോവിഡിന് ശേഷം, because you know കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 1.5 വർഷം everyone was into their house, into their home, too much entangled with their screens and tabs or whatever it is. So കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ ഒരുപാട് ഡീസോഷ്യലൈസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ തീരെ ഇല്ലാതെ കുട്ടികളാണെങ്കിലും ഒരുപാട് ഇൻടു സ്ക്രീൻ ടൈമിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നൊരു കാലഘട്ടമാണ് കോവിഡ്. സോ ഇതിൽ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ ശേഷം തിരിച്ച് ബാക്ക് ടു സ്കൂൾ, നോർമൽ സ്കൂളിങ്ങിലേക്ക് വന്നതിന് ശേഷം വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളിൽ സ്ക്രീൻ ടൈം ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് കൺസേൺസ് വന്ന് കാണാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസ് ഒക്കെ അറിയാം, നമ്മുടെ നാട്ടിലെ മാതിരി ഒന്ന് ഇറങ്ങി കളിക്കാൻ ഒരു മുറ്റമോ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് പുറത്തു പോയി സോഷ്യലൈസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഇവിടെ ഫ്ലാറ്റ് ലൈഫാണ്, കംപ്ലീറ്റ്ലി ഇൻ ടു ദ ഫ്ലാറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഒരുപാട് കുട്ടികളുടെ കൺസേൺസ് ആണെങ്കിലും
ഈ കോവിഡ് ശേഷം ബിക്കോസ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് സ്റ്റാർട്ടഡ് ബീങ് അഡ്രസ്ഡ്, സൈക്കോളജി പ്രൊഫഷൻസിന്റെ എന്താ പറയുക ഡിമാൻഡ് വളരെ വളരെ ഹൈ ആയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നിന്നല്ല, മിഡിൽ ഈസ്റ്റ് നിന്നല്ല, ഒരുവിധം എല്ലാ കൺട്രീസിലും ഓൾ ഓവർ ദ വേൾഡ് ആ ഡിമാൻഡ് സൈക്കോളജിക്ക് ആഫ്റ്റർ കോവിഡ് ഡെഫിനറ്റ്ലി ഉണ്ട്. സോ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ GCCയിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈക്കോളജി പഠിച്ചിറങ്ങിയവര് ജോലിക്ക് വേണ്ടി വരുന്നത് ഒരുപാടാണ്. ഓക്കെ, ഒരുപാട് പേരാണ് PG പഠിച്ച ഉടനെ ഈ ഗൾഫ് കൺട്രീസിലേക്ക് വരുന്നത്. അതേപോലെ ഇവിടെയും നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ മെന്റൽ ഹെൽത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിഗ്മ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സോ എവരി വൺ ഇസ് വില്ലിംഗ് ടു ഗോ ടു സൈക്കോളജിസ്റ്റ് ആൻഡ് ടേക്ക് ദെയർ ഹെൽപ്പ്, പ്രൊഫഷണൽ ഹെൽപ്പ്. പക്ഷെ ഇവിടെ മിഡിൽ ഈസ്റ്റിന്റെ ഒരു കൺസേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ ദ സൈക്കോളജി people are coming a lot into the countries, lot of stigma has been decreased. ക്വാളിഫൈഡ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഇവിടെ വളരെയധികം ഷോർട്ടാണ്. Okay, so shortage of qualified mental health professionals is a big concern. ഇനി എന്തുകൊണ്ടാണ് ഇത്രയും ഷോർട്ടേജ് വരുന്നത് എന്നുള്ളത് ഫർദർ ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി ഉടനെ ഒരു സൈക്കോളജി പഠിച്ച ആൾക്ക് ജോബ് കിട്ടാൻ ഈസിയാണ്, അറ്റ്ലീസ്റ്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിനനുസരിച്ചുള്ള റൂൾസും റെഗുലേഷൻസും ഉള്ളത് കൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിന്റെ അജണ്ടയിലുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ കൺസെപ്റ്റിലുള്ള ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് ബിക്കോസ് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആർ മോസ്റ്റ്ലി ഇസ്ലാമിക് കൺട്രീസ് ആണ്. അപ്പം അവർക്ക് ഒരുപാട് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഒരുപാട് ഹൈ പ്രൊഫഷണൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ഇൻ GCC എന്ന് പറയുന്നത് ഇസ് മോർ ഓറിയന്റഡ് വിത്ത് ചാലഞ്ചിങ് വർക്ക് ആണ്. ഇവിടുത്തെ വർക്ക് പാറ്റേൺ എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. ഈവൻ ഇൻ മൈ സെക്ടർ ബീങ് വർക്കിംഗ് ആസ് എ സ്കൂൾ കൗൺസിലർ, മൈ ജോബ് culture is getting more and more challenging day by day. Okay, because we identify different sorts of childhood disorders with different symptoms. ഒരു 2 കുട്ടികൾക്ക് ADHD ആണെങ്കിൽ പോലും we see wide varieties of symptoms between the kids. So basically scope of GCC എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, സ്റ്റിഗ്മയും കുറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇവിടുത്തെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിനും അനുസരിച്ചിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്തില്ല, GCC കൺട്രീസിൽ അവൈലബിൾ അല്ല. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് UAE എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത്, ബട്ട് ആക്ച്വലി these are the opportunities in every GCC countries. Sorry for that mistake in the PPT. So basically നമുക്ക് ഇവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് MSc MA സൈക്കോളജി റെഗുലർ ആയിട്ട് കഴിഞ്ഞവർക്ക്, ഇനി ഞാൻ റെഗുലർ എന്നുള്ള ടേം യൂസ് ചെയ്തത് എന്തിനാന്നുള്ളത് വഴിയെ പറയാം. റെഗുലർ ആയിട്ട് കഴിഞ്ഞവർക്ക് ഇവിടെ കിട്ടാൻ സ്കോപ്പ് ഉള്ള വർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത്, ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഒന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടാണ്, ഒന്ന് അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടാണ്, പിന്നെ അല്ലെങ്കിൽ ഈ 3 പോസ്റ്റുകളാണ് നമുക്കുള്ളത്: ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ്. ഓക്കെ, പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റാർട്ടിംഗ് ജോബ് എന്നുള്ള രീതിയിൽ കടന്നു കൂടാൻ പറ്റുന്ന ഒരു ജോബാണ് സ്കൂൾ കൗൺസിലർ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് HR പ്രൊഫഷണൽസ് ആണ്. HR പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ജോബിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ മാതിരി അത്രയും ഡിമാൻഡിങ് അല്ല ഇവിടുത്തെ HR ഫീൽഡ്. ഇൻ സെൻസ് സൈക്കോളജി കഴിഞ്ഞവർക്ക്. ഇവിടെ HR ഫീൽഡ് കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ളത് MBA കഴിഞ്ഞവർക്കാണ്. സോ ഒരു MBA കാൻഡിഡേറ്റും നിങ്ങൾ even if you have completed MSc in HR psychology, they will prefer only person with MBA. So സൈക്കോളജിയിൽ HR റിലേറ്റഡ് പ്രൊഫഷണൽസ് ഇവിടെ അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റി അല്ല ഫോർ സൈക്കോളജി പ്രൊഫഷണൽസ്. ഓക്കെ, പിന്നെ ഉള്ളത് എഡ്യൂക്കേഷണൽ ഏജൻസീസിൽ സ്റ്റുഡന്റ് കൗൺസിലർ ആയിട്ടുള്ള ഒരു ജോബാണ്. ഓക്കെ, സ്റ്റുഡന്റ് കൗൺസിലർ എന്ന് പറയുമ്പോൾ ഓരോ കുട്ടികളെ ബേസിക്കലി എഡ്യൂക്കേഷണൽ ഏജൻസീസ് അറിയാലോ, റിക്രൂട്ട്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും. ആ ഏജൻസീസ്
എന്താണ് ഒരു സ്റ്റുഡന്റ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ചില ഏജൻസീസ് പ്രിഫർ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഏത് ഡിഗ്രിക്കാർക്കും ഏത് ജോലിയും കിട്ടുന്ന പോലെ ഏത് ജോലിയും കിട്ടും. നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളതിലെല്ലാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺസേൺസോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ വി വിൽ ഡിസ്കസ്. ഓക്കെ, ഇനി ഞാൻ ഓരോ രാജ്യത്തിന്റെയും ലൈസൻസിങ് പ്രൊസീജിയേഴ്സ് പറഞ്ഞു തരാം. ഓക്കെ, ഇനി ലൈസൻസിങ് പ്രൊസീജിയേഴ്സ് പറഞ്ഞതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ കുറച്ച് ഏരിയാസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. ഇതിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈസൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ ലൈസൻസ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ലൈസൻസ്, അതായത് മിഡിൽ ഈസ്റ്റിൽ അതാത് രാജ്യങ്ങൾ പറയുന്ന ലൈസൻസ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈവൻ സ്കൂൾ കൗൺസിലേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് വേണം, ലൈസൻസ് മിക്ക സ്കൂളുകളിലും മാൻഡേറ്ററി ആണ്. എന്നാലും ലൈസൻസ് ഇല്ലാതെയും സ്കൂളുകളിൽ ജോബ് കിട്ടും സ്കൂൾ കൗൺസിലർ ആയിട്ട്. പക്ഷെ ഇപ്പം പ്രത്യേകിച്ച് UAE ഗവൺമെന്റ് ഒക്കെ എന്തുണ്ട്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റൂൾസ് സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡിൽ നിൽക്കുന്നവർ, അതായത് ഈ സ്കൂൾ കൗൺസിലേഴ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സ്കൂളുകളിൽ സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ, അതേപോലെ ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യണം, ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റൻസ് വേണമെന്നില്ല, ബട്ട് സ്കൂൾ കൗൺസിലേഴ്സും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും ഒക്കെ മാൻഡേറ്ററി ആയിട്ട് ലൈസൻസ്ഡ് ആയിരിക്കണം എന്നുള്ള റൂള് സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ UAE ഗവൺമെന്റ് പ്രത്യേകിച്ച് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും. പക്ഷെ ഇവിടെ കുറച്ചും കൂടി റൂള് എൻഫോഴ്സ് ചെയ്യാൻ എളുപ്പമാണ്. ബാക്കി മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ UAE റൂൾസ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവരെ എൻഫോഴ്സ് ചെയ്യും. സോ വി ബിലീവ് ദാറ്റ് ഇതിപ്പം എന്താ പറയാ, UAE ഇപ്പം ലൈസൻസിങ് സിസ്റ്റം എന്താ പറയാ സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് hopefully that will come into a rule, ഒരു പ്രോപ്പർ റൂൾ ആയിട്ട് അത് മേ ബി വിത്തിൻ 1 year or 1.5 years അത് പ്രോപ്പർ റൂൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് they started enforcing it gradually. Okay, Excuse me, ma'am. yes Ma'am, are you changing the slide? yeah, I will change it. I'm yet in this slide. Oh, sure, ma'am. Thank you. Yeah. So yeah, now I will be discussing about the licensing procedures, particularly in UAE, and why I'm talking this in a particular slide, because I'm basically working in UAE and I know more of that procedures regarding UAE. And the thing is, the baseline for all the licensing procedures in all the GCC countries are same. ഓക്കെ, എല്ലാ GCC കൺട്രീസിലെയും ലൈസൻസിങ് പ്രൊസീജിയേഴ്സിന്റെ ബേസ് ലൈൻ എന്ന് പറയുന്നത് സെയിം ആണ്. അതാത് രാജ്യങ്ങളിൽ വരുമ്പോഴേക്കും അവരുടെ ലൈസൻസിങ് സിസ്റ്റത്തിന്റെ പേരിലാണ് വ്യത്യാസം വരുന്നത്, ബട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഒരുവിധം സെയിം ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. യെസ്, നമ്മളിപ്പോഴും സ്കോപ്പ് ഓഫ് സൈക്കോളജി ഇൻ GCC എന്ന് പറഞ്ഞ സ്ലൈഡിലാണുള്ളത്. മാം ഇപ്പോഴും ആ സ്ലൈഡ് തന്നെയാണ്. ഓക്കെ, ഐ വിൽ ജസ്റ്റ് ചെക്ക് ഇറ്റ്. ഓക്കെ, ക്ലിയർ ആയി. ഇപ്പൊ ലൈസൻസിങ് അത് ഫുൾ സ്ക്രീൻ ആക്കുമ്പോ I'm facing some issues. It is fine if is it fine if I continue like this? Yes. Yeah, okay, fine. So yeah, so licensing procedures in UAE. Okay, basically UAE ഞാൻ പറഞ്ഞു ബേസ് ലൈൻ എന്ന് പറയുന്നത് എല്ലായിടത്തും എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് ബേസിക്സ് വേണ്ടത് ലൈസൻസിങ് എന്നുള്ളത് നമ്മൾ ഗ്രാജുവലി പറയും. ഇവിടെ നമുക്ക് വേണ്ടതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഇവിടെ ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ലൈസൻസ് ഇൻ UAE എന്നല്ല, എനി മിഡിൽ ഈസ്റ്റ് കൺട്രി. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു നാവിഗേറ്റ്. നിങ്ങൾക്ക് അതിന്റെ ഡാറ്റ ഫ്ലോ പറഞ്ഞിട്ട് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ കാനഡയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ തന്നെ നഴ്സിങ്ങിന് ഫാർമസിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവുമ്പോൾ അവർക്ക് ഈ ഡാറ്റ ഫ്ലോ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ MOH റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഡാറ്റ ഫ്ലോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ. അതേ ഡാറ്റ ഫ്ലോ നമുക്കും ചെയ്യണം. അവിടെ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് അതിൽ ഓരോന്നും
ഇപ്പൊ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് ഓരോ ഡാറ്റ നമ്മളുടെ എന്താണ്, ഓരോ ഡാറ്റ നമ്മുടെ ഇങ്ങനെ ഫ്ലോ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു നാവിഗേറ്റ് ടു ദ എൻഡ് പോയിന്റ് ആൻഡ് സ്റ്റാർട്ട് ക്വാളിഫൈ. ജസ്റ്റ് എന്താ പറയാ, നമ്മളെ തന്നെ എക്സാമിന് ക്വാളിഫൈഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രൊസീജിയേഴ്സ് മൊത്തം നാവിഗേറ്റ് ചെയ്ത് എത്തുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഓക്കെ, സോ ആൻഡ് ക്വാളിഫൈങ് എക്സാം ഇസ് ഓൾസോ എ ബിഗ് ഡീൽ. സോ ബേസിക്കലി നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ച് ഇവിടെ ഡിഫറെന്റ് ലൈസൻസിങ് സിസ്റ്റംസ് ആണ് ഉള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിംഗിൽ ഇപ്പം ഇഫ് യു വിഷ് ടു വർക്ക് ആസ് എ പ്രോപ്പർ സൈക്കോളജിസ്റ്റ്, or if you have completed MPhil in clinical psychology and if you would like to continue as a clinical psychologist here in UAE or in any GCC countries, നിങ്ങൾക്ക് വേണ്ട ലൈസൻസ് എന്ന് പറയുന്നത് DHA അല്ലെങ്കിൽ MOH അല്ലെങ്കിൽ HAD ആണ്. Now what is the difference between all the three licenses? ഒന്ന് എന്ന് പറയുന്നത് DHA is specifically for Dubai Emirate. Okay, if you are aware, or I'm not sure if you are aware or not, ദുബായില് UAE നമുക്ക് 7 എമിറേറ്റ്സ് ആണുള്ളത്. ദുബായ്, അബുദാബി ആർ വൺ ഓഫ് ദ മോസ്റ്റ് മേജർ എമിറേറ്റ്സ് ഇൻ UAE. ക്യാപിറ്റൽ എന്ന് പറയുന്നത് അബുദാബി ആണ്. ആൻഡ് ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, ഫുജേറ, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, ഇങ്ങനെ 7 എമിറേറ്റ്സ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ, സോ ഈ 7 എമിറേറ്റ്സിൽ ദുബായ് എമിറേറ്റിനുള്ള ലൈസൻസ് ആണ് DHA എന്ന് പറയുന്നത്. Okay, so DHA is specifically for Dubai Emirates. So if you wish to work in Dubai Emirates specifically, you will have to apply for DHA. Okay, say if in case you would like to work in Abu Dhabi, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന എമിറേറ്റ് എന്ന് പറയുന്നത് അബുദാബി ആണെങ്കിൽ, യുവർ പ്രിഫേർഡ് the license that you supposed to take is HAD. HAD പഴയ നെയിമാണ്, HAD എന്ന് ഇപ്പോഴും പറയും, ബട്ട് കോമൺലി ഇപ്പൊ കൂടുതലും യൂസ് ചെയ്യുന്ന വേർഡ് DOH എന്നാണ് അബുദാബിക്കുള്ള. ഓക്കെ, DOH. ഓക്കെ, ദുബായും അബുദാബിയും അല്ലാതെ ബാക്കി വരുന്ന 5 എമിറേറ്റിനും കൂടി നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ MOH ആണ് എടുക്കുക. ഓക്കെ, സോ ദുബായ് ആണെങ്കിൽ DHA, അബുദാബി ആണെങ്കിൽ HAD. ഫോർ ദ റെസ്റ്റ് ഓഫ് ദ എമിറേറ്റ്സ് ഇൻ UAE you will go for MOH. Okay, now if you would like to work as a school counselor, licensed school counselor, you will go to apply for CDA license. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ DHA, MOH, HAD എമിറേറ്റ് മാത്രമല്ല വ്യത്യാസം, എക്സാംസ് പാറ്റേൺസും വ്യത്യാസമാണ്. DHA കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അറ്റ് ദ സെയിം ടൈം MOH എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഓക്കെ, സോ നിങ്ങൾ MOHന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഫോറിനറും ഉണ്ടാവും, ഒരു എമിറാത്തിയും ഉണ്ടാവും. ഈ 2 പേരുമായിരിക്കും എന്താണ് ഉണ്ടാവുക, ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു കേസ് തരും, 1 hour ആ കേസ് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ഇന്റർവെൻഷൻസ് ചെയ്ത് ആ കേസ് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ള ഒരു 1 hour ഇന്റർവ്യൂ എടുത്തിട്ടായിരിക്കും നിങ്ങൾ MOH ക്വാളിഫൈഡ് ആണോ അല്ലേ എന്നുള്ളത് അവർ ഡിറ്റർമൈൻ ചെയ്യുക. ആൻഡ് all these exams you can give only 3 times. 3 times കഴിഞ്ഞാൽ you will be ineligible to give the exams anymore. നെറ്റ് എക്സാം പോലെ JRF പോലെ നിങ്ങൾക്ക് എത്ര വേണേലും കാലാകാലം എഴുതാന്നുള്ള പാറ്റേൺ ഇതിലില്ല. 3 times is the limit. Okay, so CDA exam is specifically for community development authority ആണ്. ബേസിക്കലി സ്കൂൾ കൗൺസിലർ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ഇപ്പൊ ആരെങ്കിലും സൈക്കോളജി കഴിഞ്ഞിട്ട് ബി.എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണെങ്കിൽ they can go for CDA license. Okay, and MOE and TLS is basically for Ministry of Education ആണ്. അപ്പം അതെന്ന് പറയുന്നതും അതിലും ബേസിക്കലി എന്താ പറയുക, സ്കൂൾ കൗൺസിലർ, ഗൈഡൻസ് കൗൺസിലർ എന്ന് പറഞ്ഞിട്ട് 2-3 പോസ്റ്റില് ലൈസൻസിങ് സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി UAE ഒരു ലൈസൻസിങ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ പോലെ തന്നെ ഓരോ കൺട്രീസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ലൈസൻസ്, സെയിം പാറ്റേൺസ് ആണ് അപ്ലൈ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതായത് രാജ്യങ്ങൾ കൊടുക്കുമ്പോൾ ആ രാജ്യങ്ങൾ കൊടുക്കുന്ന ലൈസൻസിന്റെ പേര് അതിനനുസരിച്ച് വ്യത്യാസമായിരിക്കുന്നു മാത്രം. കുവൈറ്റിലാണെങ്കിൽ ബേസിക്കലി അത് പറയുന്നത് MOH എന്നാണ് ആ എക്സാമിന് ബേസിക് ആയിട്ട് പറയുന്നത്. ഖത്തർ ആണെങ്കിൽ ഖത്തർ കൗൺസിൽ ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, QCHP, അതാണ് ആ എക്സാംസ് ബേസിക്കലി കൊടുക്കുന്ന ഈ ഫേമിന്റെ പേര്. ഇപ്പൊ DHA, HAD എന്നൊക്കെ പറയുന്ന പോലെ ഖത്തറിലാവുമ്പോൾ ഇറ്റ് ഈസ് ഖത്തർ കൗൺസിൽ ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. സൗദി ആണെങ്കിൽ സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ്.
ഓക്കെ, ഇവരൊക്കെ കീഴിൽ MOH എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഭരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആയിരിക്കും. ആ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ കീഴിലുള്ള എക്സാംസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഡാറ്റ ഫ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. ഓക്കെ, ലൈസൻസിന്റെ പേരിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ UAE ആണ് പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ ദുബായ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും എക്സാമിന്റെ പേര് അവിടെ നമ്മൾ ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ കാണിക്കുക DHA ആയിരിക്കും. ഓക്കെ, ഇഫ് ഇൻ കേസ് യു വാണ്ട് ടു ഗോ ടു സൗദി, ഓക്കെ, സോ സ്വാഭാവികമായിട്ടും അവിടെ പേര് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ MOH ആയിരിക്കും, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നെയിം വരും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ലൈസൻസിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റിക്വയർ ചെയ്യേണ്ടത് ഇവിടെ ജോലിക്ക് വരാനാണെങ്കിലും ശരി, എസ്പെഷ്യലി നിങ്ങളുടെ എന്താണ് ഈ ഡാറ്റ ഫ്ലോവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് റിക്വയർ ആയിട്ടുള്ള ലൈസൻസുകൾ, ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയേണ്ടത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ PGയും UGയും റെഗുലർ ആയിരിക്കണം. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അറ്റസ്റ്റേഷൻ ആണ്. അതായത് ഇന്ത്യൻ എംബസിയുടെയും നിങ്ങൾ പോകുന്ന രാജ്യത്തിന്റെ എംബസിയുടെയും മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെയും അറ്റസ്റ്റേഷൻ ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, ഈ അറ്റസ്റ്റേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ, ആ ഫസ്റ്റ് പ്രൊസീജിയർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന 2 ഡിഗ്രിയും, അതായത് PGയും UGയും റെഗുലർ ആയിരിക്കണം. ഇവിടെ മിഡിൽ ഈസ്റ്റില് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴി നിങ്ങൾ എന്ത് കോഴ്സ് ചെയ്താലും അത് ഇവിടെ ഇൻവാലിഡ് ആണ്. സോ നിങ്ങളുടെ അറ്റസ്റ്റേഷൻ കൊടുത്താൽ തന്നെ അത് അതേപോലെ റിട്ടേൺ അടിച്ചു വരും സർട്ടിഫിക്കറ്റ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് മാൻഡേറ്ററി ആയിട്ടും എന്തായിരിക്കണം, റെഗുലർ ആയിരിക്കണം. എന്നാൽ തന്നെ ഫസ്റ്റ് പ്രൊസീജിയർ ഓഫ് അറ്റസ്റ്റേഷൻ നിങ്ങൾക്ക് ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇന്ത്യയുടെ അറ്റസ്റ്റേഷൻ കിട്ടിയാലും മിഡിൽ ഈസ്റ്റിന്റെ അറ്റസ്റ്റേഷൻ കിട്ടില്ല. സോ അത് റെഗുലർ ആയിരിക്കണം എന്നുള്ളത് വളരെ വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. സോ എനിവൺ ഇഫ് യു ഹാവ് കംപ്ലീറ്റഡ് യുവർ കോഴ്സ് ഫ്രം IGNO ഓർ എനി ഡിസ്റ്റൻസ് മോഡ്, യു ആർ ഇൻഎലിജിബിൾ ടു വർക്ക് ഇൻ എനി ഓഫ് ദ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. ഓക്കെ, ബിക്കോസ് ഫസ്റ്റ് നമ്മൾ ഏതൊരു ജോബിന് പോകുമ്പോഴും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റഡ് ആയിരിക്കണം. നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലെങ്കിലും ഒരു ജോബിന് കയറി കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അറ്റസ്റ്റഡ് ആയിരിക്കണം. ആ അറ്റസ്റ്റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് റെഗുലർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി നോട്ട് അറ്റസ്റ്റഡ്, ഇറ്റ് വിൽ കൺസിഡർ അസ് ഇൻവാലിഡ്. ഓക്കെ, പിന്നെ ഈ ലൈസൻസുകൾ കിട്ടാൻ നിങ്ങൾക്ക് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ്. മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടാണ് വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ will not be considered as an experience for you to apply for the license. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇപ്പോൾ 2 വർഷം, ഫോർ എക്സാമ്പിൾ 3 വർഷം നിങ്ങളിപ്പോൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ലൈസൻസിന് അപ്ലൈ ചെയ്യാനുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യു ഷുഡ് either work as a school counselor or as a proper full-time psychologist in a clinic or a hospital to be eligible to apply for this license. ഓക്കെ, സോ നിങ്ങൾക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊന്നും, ടീച്ചിങ് എക്സ്പീരിയൻസസ് ഒന്നും എന്താണ് ഇവിടെ അവർ കണക്ക് കൂട്ടൂല. നിങ്ങൾ പ്രോപ്പർ സ്കൂൾ കൗൺസിലർ ആയിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടോ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലൈസൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ കണ്ടിന്യൂസ് 2 years വേണം. മിനിമം 2 years ആണ്. മിനിമം 2 years. ഓക്കെ, ഈവൻ 1 year or 1.5 years will be rejected. ഡാറ്റ ഫ്ലോയിൽ തന്നെ റിജക്ട് ആയി പോകും. And all these data flow procedures will take nearly 1 to 2 lakhs of rupees. Okay, it is very costly. And depending upon the country you are going to visit, that will cost different. Okay, and namki എന്താ പറയാ, ഈ ലൈസൻസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ MPhil ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ RCI റെക്കഗ്നൈസ്ഡ് കോഴ്സ് കഴിഞ്ഞവർക്ക് RCI തന്നെ
എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. കാരണം ദേ ആർ ഓൾറെഡി രജിസ്റ്റേർഡ് അണ്ടർ RCI. Now tell me, what do we psychologists who completed PG, MSc psychology in regular mode, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് RCI റെക്കഗ്നിഷൻ ഇല്ല നാട്ടില്, നമുക്ക് RCI ലൈസൻസ് കിട്ടില്ല, നമ്മൾ എവിടെ പോയിട്ട് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കും? സോ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിൽ രജിസ്റ്റേർഡ് സൈക്കോളജിസ്റ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയ അസോസിയേഷൻ ആണ് AAHP അഥവാ അസോസിയേഷൻ ഫോർ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, AAHP അഥവാ അസോസിയേഷൻ ഫോർ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് is an association that is registered under government of Kerala, where you can enroll yourself with all your documents and photograph and get registration as a psychologist. Okay, and you can ask them, നിങ്ങൾക്ക് അവരോട് ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഒരു എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ട് ഇഷ്യൂ ചെയ്ത് തരാൻ പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ദറ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം AHP. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ MSc RCI റെക്കഗ്നൈസ്ഡ് അല്ല, RCI ലൈസൻസ് ഉള്ളവർക്ക് RCI തന്നെ കിട്ടും. RCI അല്ലാത്തവർക്ക് AHP പ്രൊവൈഡ് ചെയ്യും. Okay, so yeah, good standing certificate issued by a regulatory body. നമ്മൾ ഏതെങ്കിലും ഒരു ആക്റ്റീവ് പ്രൊഫഷണൽ ലൈസൻസ് നമുക്ക് ഉണ്ടായിരിക്കണം, എന്നാലേ ഇവിടുത്തെ ലൈസൻസ് നമുക്ക് കിട്ടുള്ളൂ. സോ MSc സൈക്കോളജി കഴിഞ്ഞവർക്ക് AHP മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്, പ്രൊഫഷണൽ ലൈസൻസ് എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ പാസ്പോർട്ട് കോപ്പി, ഫോട്ടോസ്. ഓക്കെ, ഇനി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ ജോലി കിട്ടണമെങ്കിൽ IELTS എഴുതിയെടുക്കണം. ഓക്കെ, IELTS എഴുതിയെടുക്കണം. ഇഫ് ദ മീഡിയം ഓഫ് ലാംഗ്വേജ്, നിങ്ങൾ പഠിപ്പിക്കുന്ന മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു ഗിവ് എക്സാംസ് ഓൺ IELTS ടു ഗെറ്റ് ദ ജോബ് ഓവർ ഹിയർ. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? റെഗുലർ ആയിട്ട് ചെയ്ത PG, UG അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ്, മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ്. ഈ അറ്റസ്റ്റേഷൻ മാത്രം പോരാട്ടോ, അത് കഴിഞ്ഞ് അറ്റസ്റ്റേഷൻ കൊടുത്തു കഴിഞ്ഞ് അറ്റസ്റ്റേഷൻ കിട്ടിയ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ജെന്യൂനിറ്റിക്ക് കൊടുക്കും. ജെന്യൂനിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇക്വാലൻസിക്ക് കൊടുക്കും. അതായത് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻസിന് ഇക്വാലന്റ് ആണ് നമ്മൾ ചെയ്ത കോഴ്സ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ ഡിഗ്രി കഴിഞ്ഞാൽ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങൂല്ലോ, 10th കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ, അതേപോലെ ഇവിടുത്തെ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇതെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ആക്റ്റീവ് പ്രൊഫഷണൽ ലൈസൻസ്, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, then passport copies, photos, and IELTS if the medium of language is not in English. Ini, when to apply for the license? What is the best time to apply for the license? Right now. നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ കിട്ടാനുള്ള വകുപ്പുകളുണ്ട്. ഇഫ് യു ഹാവ് 2 years of continuous experience, minimum 2 years of experience, എന്താണ് minimum 2 years of experience as a psychologist or school counselor, you are eligible to apply for the license. Okay, procedures basically takes time, and especially with regard to the exams and all, time എടുക്കും. So if you are eligible, you can apply it right now. കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. There is no any study materials for these things. There is no any previous year question paper. നമ്മളെ നെറ്റിൽ പോലെ JRF പോലെ previous year question papers അല്ലെങ്കിൽ റെഫറൻസ് മെറ്റീരിയൽസ് പറഞ്ഞിട്ട് ഒന്നുമില്ല. നിങ്ങൾ അവിടെ പോവുക, അറ്റൻഡ് ചെയ്യുക, വരിക. വാട്ട് ഐ സജസ്റ്റ് ഇസ് ദാറ്റ് നമ്മുടെ സൈക്കോളജിന്റെ GRE എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഉണ്ടല്ലോ, നമ്മുടെ നെറ്റിനും JRF-നും ബേസിക്കലി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു റിലയബിൾ എന്താ പറയാ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും പറഞ്ഞിട്ട് ഒന്നും എവിടെയും അവൈലബിൾ അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇനിയിപ്പം GCCയിൽ വരുന്നതിന് മുന്നേ ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് പോസിബിൾ. നിങ്ങൾക്ക് നാട്ടിൽ തന്നെ ഡാറ്റ ഫ്ലോ ചെയ്ത്, നാട്ടിൽ തന്നെ അറ്റസ്റ്റേഷനും ഇക്വാലൻസിയും ജെന്യൂനിറ്റി ഒക്കെ ചെയ്ത്, അവിടെ തന്നെ നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ ചെയ്ത്, അവിടെ തന്നെ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ലൈസൻസോടുകൂടി വരാൻ പറ്റും. ഓക്കെ, and yes, having a license will definitely help you to get a job and work sooner. ഇനി എങ്ങനെ ജോബ് നോക്കും? ഇവിടെ വന്നിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ്, എങ്ങനെ നിങ്ങൾക്ക് ജോബ് കിട്ടി? ഞാൻ പറഞ്ഞു അപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, എങ്ങനെ അപ്ലൈ ചെയ്തു, എങ്ങനെയാണ് ജോബിലേക്ക് കടക്കുന്നത്? ഓക്കെ, ആ ഒരു സാധനമാണ് നമുക്കിനി അറിയേണ്ടത്. ലൈക്ക് ഹൗ ആർ വി ഗെറ്റിംഗ് ഇൻ ടു എ ജോബ്? ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടല്ലേ, ജോബ് റിലേറ്റഡ് ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ അങ്ങനത്തെ ജോബ് റിലേറ്റഡ് ഗ്രൂപ്പ്സ് വളരെ 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 കുറവാണ്. ആൻഡ് വി വിൽ നെവർ കം ടു നോ ഇഫ് ദർ ഇസ് എനി വേക്കൻസി ഓവർ ദ സ്കൂൾ ഓർ എനിവെയർ എൽസ്. ഓക്കെ,
Just a second. So yeah, sorry for that distraction. Anyway, ഇവിടെ നമുക്ക് അങ്ങനെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് വഴി അറിയാം, വാട്സപ്പ് വഴി അറിയാം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഇവിടുത്തെ ആ ഒരു സോഴ്സ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അറിയാന്നുള്ളത്. ഓക്കെ, നമുക്കിതില് എന്താ പറയാ, നമുക്ക് ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ വേക്കൻസി ഉണ്ടെന്ന് പോലും നമ്മൾ ചിലപ്പോൾ അറിയില്ല. ഓക്കെ, അതാണ് മിക്കയിടത്തുള്ള അവസ്ഥ. കാരണം ഇവിടെ റെക്കമെൻഡേഷൻ ഉള്ളത് തുറന്നു പറയുകയാണെങ്കിൽ ഇവിടെ റെക്കമെൻഡേഷൻ നല്ല പ്രാധാന്യമുണ്ട്. വളരെ ചുരുക്കം പേരെ ബൈ ലക്ക്, ബൈ എക്സ്പീരിയൻസ്, ബൈ ക്വാളിഫിക്കേഷൻ, ബൈ സ്കിൽസ് കയറുന്നുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് ഭൂരിഭാഗവും റെഫറൻസസ് വഴി, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട് വഴി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ റെഫർ ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെയാണ് കൂടുതൽ പേരും ഇവിടെ കയറുന്നത്. ബട്ട് സ്റ്റിൽ ഇഫ് യു ഗോ ഇൻ ടു ദ റൈറ്റ് വേ, ദർ ഇസ് ഡെഫിനറ്റ്ലി എ ചാൻസ് ഫോർ യു ടു ഗെറ്റ് ഇൻ ടു ജോബ്. ഇവിടെ കൂടുതലും നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നത് ലിങ്ക്ഡിൻ ആപ്പ് വഴിയാണ്. നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും അല്ലെ, നമുക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ട്, എനിക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം, വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്, വാട്ട് എവർ ഇറ്റ് ഇസ്, സ്നാപ്ചാറ്റിലൊക്കെ. ബട്ട് ദ തിങ് ഈസ്, ഇവിടെ ഇഫ് യു ആർ സീരിയസ്ലി ലുക്കിംഗ് ഫോർ എ ജോബ് ഇൻ UAE ഓർ ഇൻ എനി മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, നിങ്ങൾ എങ്ങനെയാണോ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ ലിങ്ക്ഡിനിലും ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്ര ആക്റ്റീവ് ആവുന്നോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളെ റീച്ച് ടു ഗെറ്റ് ഇൻ ടു എ ജോബ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങൾ ചെയ്ത കോഴ്സസ്, നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ലിങ്ക്ഡിനിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതില് റെഫറൻസസ് വഴി അല്ലെങ്കിൽ അതില് വിസിബിലിറ്റി വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീച്ച് കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ കണ്ട ഒരുപാട് പേര് ഇങ്ങോട്ട് വിളിച്ച് ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇങ്ങോട്ട് വിളിച്ചിട്ട് ജോബ് ഉണ്ട് വരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ കണ്ടിട്ട്. കാരണം അത് അവർ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഇഫ് യു ആർ എ പ്രൊഫഷണൽ ലുക്കിംഗ് ഇൻ ടു എ മിഡിൽ ഈസ്റ്റ് കൺട്രി, ഐ സജസ്റ്റ് യു ഓൾ ടു മേക്ക് എ വെരി പ്രൊഫഷണൽ ലിങ്ക്ഡിൻ ID ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ് വെരി പ്രൊഫഷണലി. ചവറ്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇടുന്ന പോലെ ചവറ് പോലെ വാരിടാനല്ല, ബട്ട് വാട്ട് എവർ ദാറ്റ് ഷോസ് യുവർ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽസ്, ബൂസ്റ്റ് ഇറ്റ് അപ്പ് ദെയർ. It will definitely help you to get into a job. അതേപോലെ Indeed Gulf, അതേപോലെ Naukri Gulf. These are some other websites where you can rely on for the job opportunities. And സ്കൂളുകളിലൊക്കെ എസ്പെഷ്യലി എന്താണ്, നമ്മുടെ സ്കൂൾ വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടാവും. ആ കരിയേഴ്സിൽ പോയി കഴിഞ്ഞാൽ അവരുടെ വേക്കൻസീസ് ഒക്കെ അവർ അവിടെ അപ്ഡേറ്റ് ചെയ്യും. സോ ഇഫ് യു ഫൈൻഡ് എനി വേക്കൻസി ഫോർ എ സ്കൂൾ കൗൺസിലർ ഓർ എ സൈക്കോളജി ടീച്ചർക്ക് മിക്കയിടത്തും BEd മാൻഡേറ്ററി ആണ്. വളരെ ചുരുക്ക സ്കൂളുകളിൽ മാത്രമേ BEd പറയാത്തതുള്ളൂ. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണെങ്കിലും യു വിൽ സീ ദാറ്റ് വേക്കൻസി ഓൺ ദോസ് സ്കൂൾസ്. ഓക്കെ, സ്കൂൾ വെബ്സൈറ്റ്സ്. സോ ഇവിടെ വന്ന് ജോബ് അന്വേഷിക്കുന്നവരോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലിസ്റ്റ് എടുക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ദുബായ് ആണ്, അല്ലെങ്കിൽ അബുദാബി ആണെങ്കിൽ, നിങ്ങൾക്ക് സൗദിയിലാണെങ്കിൽ, നിങ്ങൾ എവിടെയാണ്, സൗദിയിൽ റിയാദാണോ, ജിദ്ദയാണോ, ദമാമാണോ, അവിടെയുള്ള എല്ലാ സ്കൂളുകളുടെ ലിസ്റ്റ് എടുക്കുക. ആ സ്കൂളുകളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അതിന്റെ കരിയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി വേക്കൻസി ഇല്ലെങ്കിലും അവിടെ നിങ്ങളുടെ CV അയക്കാൻ പറ്റിയ മെയിൽ ID ഉണ്ടാവും. ആ മെയിൽ IDയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ CV ഫോർവേഡ് ചെയ്തിടുക. അവർക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു ഹയറിംഗ് പ്രൊസീജിയേഴ്സ് അവിടെ നടക്കുന്നുണ്ട് ഫോർ ദാറ്റ് പോസ്റ്റ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ട്രൈ ടു കോൾ യു ഇഫ് യുവർ CV is impressive. Okay, and that is another important thing. നിങ്ങളുടെ CV should be very very impressive because ഇവിടെ അവർ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് ഒരുപാട് ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് വഴിയാണ്. ഓക്കെ, സോ നിങ്ങൾ പ്രോപ്പർ പ്രൊഫഷണൽ CV മേക്കറിന്റെ കയ്യിൽ കൊടുത്ത് നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊരു CV ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഇവിടെ നല്ലൊരു ജോബ് കിട്ടുള്ളൂ. റാൻഡംലി വെറുതെ ഒരു 1 പേജ് ചെറിയ ഒരു CV ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് കാര്യമില്ല. ബിക്കോസ് CV ആണ് നിങ്ങളുടെ ഫസ്റ്റ് ഇമേജ് അല്ലെ. അവർ കാണുന്നതിന് മുന്നേ നിങ്ങളെ അറിയാൻ വേണ്ടി നിങ്ങളെ അറിയുന്നത് ആ CV-യിലൂടെയാണ്. Okay, so this and this person is going to come to us. So you are creating your first impression through the CV. So other perfect ayilengil they will reject it very easily. So that should be very impressive. Your CV you should show that you are skillful and talented person to get this job. Okay, കാരണം ഇവിടെ competition is too much high.
ഓക്കെ, ഞാൻ ആദ്യം തുടക്കം പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മൾ സൈക്കോളജി പഠിച്ച ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്, പക്ഷെ ഇവിടെ അതിനനുസരിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇല്ല. വൈ? സി, ദിസ് ഓൾ ആർ ദ തിങ്സ്. ഇത്രയും ലൈസൻസസ് വേണം, ഇത്രയും പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇത്രയും കഷ്ടപ്പാടുണ്ട് ജോബ് കിട്ടാൻ. നമുക്ക് റാൻഡംലി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്നുമില്ല, ലിങ്ക്ഡിനും അവിടെയും ഇവിടെയൊക്കെ തിരഞ്ഞു നടന്നാൽ മാത്രമേ നമുക്കൊരു ജോബ് കിട്ടുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ജോബ് കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ട്. Okay, I have a friend who is working in school in Sharjah. She got a job after 1 year of applying. ഒരു വർഷം ഇരുന്ന് അപ്ലൈ ചെയ്തിട്ടാണ് ജോബ് കിട്ടിയത്. ഓക്കെ, എനിക്ക് 5 മാസത്തോളം ഞാൻ ഇരുന്ന് അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് ജോബ് കിട്ടിയത്. And there are also people who gets job within 1 month. ഓക്കെ, അത് കുറെയൊക്കെ തലവര എന്ന് വേണമെങ്കിൽ പറയാം. And it also takes time. Okay, this is not an easy job at all. It's very difficult to get a job and get hired somewhere here in Middle East. It's not just in the case of UAE, but all the Middle East countries. Okay, so these are the basic things. Now I think we will get more specific answers when we go to each question by question. So Junaid, can I start answering the questions? I think a lot of questions are there in the chat box. Sure, go ahead. Okay, so I had to scroll a lot back. Clinical psychologist na MPhil വേണ്ടേ? Clinical psychologist already MPhil ആയിരിക്കുമല്ലോ. ഓക്കെ, ആൻഡ് MPhil കഴിഞ്ഞവർക്ക് 2 years of experience വേണ്ട, കാരണം ഇവിടെ MPhil എന്ന് പറയുന്ന കോഴ്സ് ഇല്ല. സോ നിങ്ങൾ ആ നിങ്ങൾ MPhil ചെയ്ത 2 വർഷം ഇവിടുത്തെ എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് ഡയറക്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. Okay, Ashudi also same question. Okay, so MPhil എന്ന് പറയുന്ന കോഴ്സ് ഇവിടെ ഇല്ല. ഇവിടെ അപ്പർ മോസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG കഴിഞ്ഞ് PhD ആണ്. MPhil എന്ന് പറയുന്ന സാധനം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ MPhil വിൽ ബി കൺസിഡർ ആസ് യുവർ എക്സ്പീരിയൻസ്. സോ 2 വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് MPhil കൺവേർട്ട് ചെയ്തിട്ട് യു കൻ ഡയറക്ട്ലി അപ്ലൈ ഫോർ ലൈസൻസ് വൺസ് യു ഹാവ് കംപ്ലീറ്റഡ് യുവർ MPhil. Do we need experience to become assistant psychologist? Yes, for at least 1.5 years. കരിയർ കൺസൾട്ടന്റ് ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വേക്കൻസി ജോബ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടില്ലേ എഡ്യൂക്കേഷൻ ഏജൻസീസിൽ, അവിടെ കിട്ടുന്ന സ്റ്റുഡന്റ് കൗൺസിലർ എന്ന് പറയുന്നത് കൂടുതലും കരിയർ കൺസൾട്ടന്റ് ബേസിസിലാണ്. ഓക്കെ, MPhil is needed to become a clinical psychologist in GCC countries also. Already answered. Distant education, what about distance education, Devi Priya? It's not considered here, it is invalid over here. And distance education ഇവിടെ value ഇല്ല. They will reject, they will not entertain anyone with the distance education over here. What about psychology teacher? You will require B.Ed in psychology, mostly. Okay, very mostly, because CBSE ആണെങ്കിലും ഇവിടെ നമുക്കുള്ളത് CBSE, അമേരിക്കൻ കരിക്കുലം, ബ്രിട്ടീഷ് കരിക്കുലം, എവ്രിവെയർ നമ്മുടെ ടീച്ചിങ് കോഴ്സ് ഉണ്ട്. ഇപ്പം CBSE ആണെങ്കിൽ B.Ed, അതേപോലെ ബ്രിട്ടീഷ് കരിക്കുലത്തിനും അമേരിക്കൻ കരിക്കുലത്തിനും അവരുടേതായിട്ടുള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള അവരുടേതായിട്ടുള്ള കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ള ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, B.Ed പോലെ തന്നെ. അത് മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, please help in English. I think that already that workshop is already been informed to be in Malayalam. Is there any opportunities for students with MA psychology distance education? So sorry, no distance education is being entertained in any of the Middle East countries. See, there is a friend of mine who has completed MA in psychology from IGNO. And because she knows that at Saudi and അവർക്ക് സൗദിയിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല വിത്ത് ഇഗ്നോ ഡിസ്റ്റന്റ് PG എന്നുള്ളത് കൊണ്ട് അറിയാവുന്നത് കൊണ്ട് ഷി കെയിം ബാക്ക് ടു കേരള ആൻഡ് ഷി അഗെയിൻ റീലേൺഡ് MSc psychology under a college, in a college under Calicut University. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ ഒരു കോളേജിൽ വീണ്ടും എന്ത് ചെയ്തു, PG സൈക്കോളജിക്ക് എൻറോൾ ചെയ്ത് പഠിച്ചു. ബിക്കോസ് വിത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യു കാൺ ഡു എനിത്തിങ്. Okay, it is not qualified over here. MSW graduates specialized in medical and psychiatry. Not that sure because I'm not a social worker. Okay, and yeah, for MSW graduates, what I know specifically is that നിങ്ങൾക്ക് വരുന്ന ലൈസൻസ് CDA ആണ്. നിങ്ങൾക്ക് സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്കൂളുകളിൽ, ചില സ്കൂളുകളിൽ, നോട്ട് ഇൻ എവറി സ്കൂൾ, ചില സ്കൂളുകളിൽ
സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വരുന്നുണ്ട്. അവിടെയും CDA ലൈസൻസ് മാൻഡേറ്ററി ആണ്. MSW റെഗുലർ ആയിട്ട് കഴിഞ്ഞവർക്ക് they can apply for this post. ബട്ട് വളരെ ചുരുക്കം സ്കൂളുകളിലാണ് ഈ പോസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ളൂ. How can we become child psychologist in UAE? How much experience we require for license? I have already explained 2 years of experience is minimum required. And child field ആണെങ്കിലും all the license what I have said, same license will be applied. How to get license in Middle East countries, already discussed. Do we need work experience to get the license? Yes, 2 years continuous, minimum 2 years continuous in the same firm. ഒരു വർഷം ഇവിടെയും ഒരു വർഷം അവിടെയും won't be that sufficient. 2 years at least in one institution has to be shown up. Okay. What about opportunities in schools as a teacher for psychology graduates? I think I have already discussed. Work in how many experiences, Dr. Luka? To work in UAE, see, you can even come and apply here as a fresher. Okay, you can even come here and apply as a fresher. But if there is a other person who has an experience, definitely the chance will go to that person because he has an experience. So what I suggest is that make some sort of experience from India and come. At least you can show it in your CV that you have some experience working with the field. Because നിങ്ങൾ PG കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഫ്രഷേഴ്സിന് ഇവിടെ all of a sudden ഒരു സ്കൂൾ കൗൺസിലറുടെ പോസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും എടുത്ത് കൊടുക്കാൻ എല്ലാവർക്കും മടിയാണ്. Because they are unsure how much you will be going to perform. Okay, so you have to showcase, you have to show that you are skillful and you have got some sort of skills apart from the books, apart from the education level. So make some sort of experience and come so that it will definitely help you because already നാട്ടിൽ ഒരുപാട് experience ഉള്ളവരാണ് ഇങ്ങോട്ട് വരുന്നത്. Okay, so when you are going to compete with them, you should have at least a minimum experience to portray yourself, right? So is there any chance for MSW graduates? I have already discussed. So if you do MA Psychology in clinical as a regular student, will we get the license? MA Psychology in clinical as a regular, yes. Regular MA or MSc, you are qualified. But both MA or BA, whatever it is, bachelor's and master's should be in regular. Okay, is there any specified syllabus for licensing exam? There is no syllabus. You have to go through the entire basics of psychology. ഒരു വിസ എടുത്തു പോയാൽ ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഡിപ്പെൻഡന്റ് വിസ പോയാൽ മാത്രമാണ്. സി ഐ കെയിം ഹിയർ ഫോർ വിസിറ്റ് വിസ. ഞാൻ വിസിറ്റ് വിസ നീട്ടിയിട്ട് നിന്നിട്ടാണ് എനിക്ക് ഈ ജോബ് കിട്ടിയത്. ഞാൻ സ്കൂൾ വിസയിലാണുള്ളത്. എന്റെ വിസ സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്റെ സ്കൂളാണ്. ഓക്കെ, ഭൂരിഭാഗം സ്കൂളുകളും എസ്പെഷ്യലി ഇന്ത്യൻ സ്കൂൾസ് ഭൂരിഭാഗവും ഡിപ്പെൻഡന്റ് വിസയാണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് ഹസ്ബൻഡ് വിസ, സ്പോസ് വിസ അല്ലെങ്കിൽ ഫാമിലി വിസയാണ്. കാരണം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വയ്യ. ഇറ്റ്സ് ആൻ എക്സ്ട്രാ ബർഡൻ ഫോർ ദം, ഇറ്റ്സ് ആൻ എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ ഫോർ ദം ടു പ്രൊവൈഡ് വിസ ഫോർ അസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ടോപ്പ് മോസ്റ്റ് സ്കൂളുകളൊക്കെ അതേ പ്രിഫർ കാൻഡിഡേറ്റ്സ് ടു ഗിവ് ദെയർ ഓൺ വിസ. കാരണം അവർക്ക് അവരുടെ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിർത്താൻ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഊരി പോരാൻ പറ്റാത്തത് കൊണ്ടും പറ്റില്ല എന്ന് അവർക്ക് അറിയുന്നത് കൊണ്ടും അവർ നമുക്ക് എന്ത് ചെയ്യും, വിസ തരും. Okay, so I'm working in Indian high school, which is located in Al Garud in Dubai. It's one of the most prominent Indian school here in UAE. നമുക്ക് ഇവിടെ 3 ക്യാമ്പസ് ഉണ്ട്. 1961 മുതലുള്ള സ്കൂളാണ്. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇന്ത്യൻ സ്കൂളിൽ ഒരു സ്കൂളാണ് ഇന്ത്യൻ ഹൈസ്കൂൾ എന്ന് പറയുന്നത്. സോ because that their wing is so huge, ഇത്രയും വലിയൊരു സ്കൂളാണ്, ഇത്ര വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, മാനേജ്മെന്റ് ആണ്, it is easy for them to provide us visa. അതേസമയം there are schools who doesn't like to give any kind of visa to the candidate. അപ്പൊ അവര് പ്രിഫർ ചെയ്യുക സ്പോസ് വിസ ആണെങ്കിലും നമ്മൾ എടുക്കുള്ളൂ, നമ്മുടെ സ്കൂളിൽ നിന്ന് വിസ കൊടുക്കില്ല എന്ന് പറയും. ഓക്കെ, സോ അത്യാവശ്യം നല്ല ടോപ്പ് മോസ്റ്റ് ഉള്ള സ്കൂളുകളാണെങ്കിൽ ഇഫ് യു ആസ്ക് ദം വിസ ദേ വിൽ പ്രൊവൈഡ്. ഇപ്പൊ ജംസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ പ്രൊവൈഡ് മോസ്റ്റ്ലി. Okay, not all, mostly. അത് നിങ്ങൾ ചോദിക്കേണ്ടി വരും. ഓക്കെ, വിസിറ്റ് വിസ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. It depends upon your luck whether you will get a school which will give you a license or not, I mean visa or not. Okay. Please tell anything about distance education MA psychology from Indo. I have already discussed. What is the qualification to become clinical psychologist in GCC countries? Already discussed. License is the mandatory thing. KSA also discussed. All the baseline procedures are same. Be it Qatar or Saudi or Oman or whatever it is, procedures of the same ആണ്. ലൈസൻസിൽ വരുന്ന പേരിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
Okay. What about the validity after qualifying one of these exams? Okay. 2 years. 2 years. 2 years you will have to renew it, giving നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്തോ അത്രയും കൊടുത്ത് റിന്യൂ ചെയ്യണം. ഓക്കെ. പിന്നെ ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ എവിടെയെങ്കിലും വർക്കിന് കയറണം, അല്ലെങ്കിൽ ഇത് ഫ്രീസ് ആവും. ഓക്കെ, യു കാൻ യൂസ് ദാറ്റ് ലൈസൻസ് ഫർദർ. What are the languages that we need to know? Is it mandatory learn? English, for of course, you should be very, very fluent and very, very, perfect with the English language, and your mother tongue, of course. പിന്നെ preferable Hindi and Arabic അറിയാമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ. അറബിക് UAE is not that mandatory because ഇവിടുത്തെ അറബികളൊക്കെ ഹിന്ദി സംസാരിക്കുന്നവരാണ്. ബട്ട് വെൻ യു ഗോ ടു സൗദി ആൻഡ് ഓൾ, ഐ തിങ്ക് little more അറബിക്കിന് കുറച്ചും കൂടി പ്രാധാന്യം, എസ്പെഷ്യലി ഇഫ് യു വർക്കിംഗ് ഇൻ ടു ക്ലിനിക്കൽ സെറ്റിംഗ്സ് ആൻഡ് ഓൾ. സൈക്കോളജിസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവിടെ ലോക്കൽസ് വരികയാണെങ്കിൽ ലാംഗ്വേജ് ഇസ് എ ബാരിയർ. ഓക്കെ. സോ ഇവിടെ പക്ഷേ UAE ഓൾമോസ്റ്റ് ഈവൻ ദ ലോക്കൽസ് ഓൾസോ നോസ് വെരി വെൽ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഓൾ. So what about the expenses to attend the exam? Nearly 1 lakh you will have to spend just for the documentation and procedures to apply. And for the exams, apart from that, where available. Okay, suppose we want to try all the exams. It's not possible. Anyone. Okay. How to apply for the CDA or DHA? അങ്ങനെ പറ്റും. DHA, MOH, HAD, അതായത് നമ്മളെ ഓരോ എമിറേറ്റിന് അനുസരിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ സെറ്റിംഗിൽ ബേസ് ചെയ്തിട്ടുള്ള ലൈസൻസ് ഇല്ല, അത് പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് പറ്റില്ല. അതേസമയം CDA നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യാനുള്ള ലൈസൻസും DH നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ DH കിട്ടി, അതായത് ദുബായ് എമിറേറ്റിന്റെ DH നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് അബുദാബിയിലോട്ട് മാറണം. ഓക്കെ. നിങ്ങൾ 6 മാസം DH വെച്ചിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ റെഗുലർ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DH ഹാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് 6 മാസം റെഗുലർ ആയിട്ട് ദുബായിൽ വർക്ക് ചെയ്യാന്നുള്ള ഒരു സാധനമാണ് വേണ്ടത്. അത് ആക്റ്റീവ് ആയിട്ട് 6 മാസം നിങ്ങൾ ദുബായിൽ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വേറൊരു എമിറേറ്റിന്റെ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. UG another degree PG psychology? Yes, it's not considered to be eligible for the psychology licenses here. Both the degrees should be of same stream, psychology. What about additional diploma course after UG and PG? No one bothers about that. എനിക്ക് 3 കോഴ്സസ് ഉണ്ട് അഡീഷണൽ ആയിട്ട്. I've done my PG diploma in guidance and counseling from Aligarh Muslim University. I've done my certificate course in yoga from Kottakkal Ayurveda Medical College. I've done my diploma in school counseling from an institution in Delhi. Nothing is just being bothered by any one of them. Only your PG, UG, all the regular things bothers them. UG regular but not PG, but PG regular in clinical. Okay, Ashwini CV, I'm not sure what is your question. UG regular but not in psychology. Okay, no, both the things should be in psychology. UG and PG in psychology ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. Continuous 2 years for license, yes. In the same institution, yes. Psychologist experience വെച്ച് കൗൺസിലർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാമോ? സ്കൂൾ കൗൺസിലർ പോസ്റ്റിന് യെസ്. You're mute, ma'am. Ma'am, mute ആണ്. Okay, so where was I? ഏത് ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്? Yeah, anyway, I think actually സിവിന്റെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചിരുന്നു തോന്നുന്നു അല്ലെ. UG റെഗുലർ ആണ്, സൈക്കോളജിയിലല്ല. പക്ഷെ PG റെഗുലർ ആണ്, സൈക്കോളജിയിൽ എലിജിബിൾ അല്ല ലൈസൻസിൽ അപ്ലൈ ചെയ്യാൻ. ബോത്ത് ദ ഡിഗ്രി ഷുഡ് ബി ഇൻ സൈക്കോളജി. പിന്നെ 2 years കണ്ടിന്യൂസ് വേണം, സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വേണമെന്നുണ്ട്. സൈക്കോളജിസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് കൗൺസിലർ പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. Vidyashree, I did not understand your question. Is MPhil mandatory for applying as clinical psychologist in UAE? Already answered. AHP license requires experience.
AHP മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് AHP എന്ന് പോയിട്ട് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് അതിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ജസ്റ്റ് ഗോ ആൻഡ് ടൈപ്പ് AHP, അസോസിയേഷൻ ഫോർ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്, പോയി ടൈപ്പ് ചെയ്യുക, അതിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരവിടെ പ്രൊസീജിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സ്ആപ്പ് നമ്പർ അതിൽ തന്നെ ഉണ്ട്. ദേ ആർ വെരി ഇമ്മീഡിയറ്റ് ടു റിപ്ലൈ വിത്ത്. നിങ്ങൾ വിളിച്ചാൽ കിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ ദേ ആർ വെരി ക്വിക്ക് വിത്ത് ദെയർ വാട്സ്ആപ്പ് റിപ്ലൈസ്. യു ക്യാൻ get immediate replies from them through WhatsApp. Okay, so you can go and try it from the website. Okay, psychology related short term valid course, especially value in UAE. I do not understand. IGNOU certificate is not valid in UAE. If from Karnataka, how to take good standing certificate? I did not understand. What if from Karnataka? Can you give more details about CDA? Is there interview for that? CDA is actually licensed by Community Development Authority. Psychologists, school counselors, special educators, അതായത് കമ്മ്യൂണിറ്റി ബേസിസിൽ, ഹോസ്പിറ്റൽ അല്ലാതെ കമ്മ്യൂണിറ്റി ബേസിസിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ലൈസൻസ് ആണ് CDA. It is much more costlier than DHA or any other medical licenses. Also it takes nearly 2 years to get the license. License കിട്ടാൻ തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് കിട്ടാൻ തന്നെ മിനിമം 2 വർഷം എടുക്കും. ഓക്കെ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ 3 കാറ്റഗറി പറഞ്ഞല്ലോ, ലൈക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് പിന്നെ എന്തായിരുന്നു, അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ്. അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റിന്റെ അകത്ത് ഞങ്ങൾ ഇങ്ങനെ കണ്ടു, ഇറ്റ്സ് ഓൺലി ഫോർ UAE നാഷണൽസ് എന്ന് കണ്ടു. അപ്പൊ നമുക്കത് ആപ്ലിക്കബിൾ ആണ്? DHന്റെ ബുക്ക്ലെറ്റ് വായിച്ചു നോക്കിയോ? യാ, അതിലങ്ങനെ ഉണ്ടായിരുന്നോ? അതിൽ ബ്രാക്കറ്റിൽ താഴെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ്സ് ഓൺലി ഫോർ UAE നാഷണൽസ്. പിന്നെ എന്തോ സൈക്കോമെട്രിസ്റ്റോ അങ്ങനെ എന്തോ ഉണ്ട്, പക്ഷെ അത് നമുക്ക് എല്ലാം തോന്നുന്നു. പിന്നെ ഉള്ളത് എന്താ വെച്ചാല്, നമുക്കപ്പോ ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ DHA എക്സാം എഴുതേണ്ടത്? നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല, ക്ലിനിക്കിൽ വർക്ക് ചെയ്യാനുള്ള സൈക്കോളജിസ്റ്റിന്, ക്ലിനിക്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DHA വേണം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്താ, MPhil കഴിഞ്ഞവരാണ്. MPhil കഴിഞ്ഞവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ട. അവരുടെ ആ MPhil തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് എടുത്ത് അവർക്ക് ഡയറക്ട്ലി DHAക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ MSc കഴിഞ്ഞവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി മാത്രമേ DHA എഴുതാൻ പറ്റുള്ളൂ. അപ്പോ ഈ MSc ക്ലിനിക്കൽ സൈക്കോളജി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതോ MSc സൈക്കോളജി ഉള്ളവർക്ക് പറ്റുമോ? MSc സൈക്കോളജി ഉള്ളവർക്ക് യെസ്, ദാറ്റ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഗിവ് മീ 1 minute, ഞാൻ എന്റെ ചാർജർ ഒന്ന് കാരണം ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഏരിയവരോടൊക്കെ ചോദിക്കുന്നു, അവര് പറയുന്നത് MSc ക്ലിനിക്കൽ എന്നുള്ളത് നമുക്ക് വേണം. അതേപോലെ രജിസ്ട്രേഷനിലും ഹലോ ഓക്കെ, ഞാൻ ജസ്റ്റ് എന്റെ ലാപ്ടോപ്പ് ഒന്ന് കുത്താൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, ചാർജ് കുത്താണ്. ആക്ച്വലി അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലിനിക്കൽ സൈക്കോളജി, ഇപ്പൊ DHA ആണെങ്കിലും ഹാദാണെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള ടേമിന് അത് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ MSc ക്ലിനിക്കൽ സൈക്കോളജി ആണ് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നിങ്ങൾ ആ ലൈസൻസിന്റെ എക്സാംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഡൺ. ഓക്കെ, പക്ഷേ സേ ഫോർ എക്സാമ്പിൾ MSc അപ്ലൈഡ് സൈക്കോളജി ആണെങ്കിൽ, MSc അപ്ലൈഡ് സൈക്കോളജി ആണെങ്കിൽ MSc സൈക്കോളജി, ജനറൽ സൈക്കോളജി, ഇപ്പൊ ഞാൻ പഠിച്ചത് MSc സൈക്കോളജി ആണ്. അതുപോലെ MSc അപ്ലൈഡ് സൈക്കോളജി ആണെങ്കിൽ ഈ രണ്ട് നമുക്ക് ഇവിടെ ലൈസൻസിങ് സിസ്റ്റം വരുന്ന 3 ടൈപ്പ് ഓഫ് സൈക്കോളജിസ്റ്റുകൾക്കാണ്. ഒന്ന് ക്ലിനിക്കൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, ന്യൂറോ സൈക്കോളജി. ഇതിൽ ഫോറൻസിക് സൈക്കോളജി, ന്യൂറോ സൈക്കോളജിയും ഫോർഗെറ്റ്. കാരണം ഫോറൻസിക് സൈക്കോളജിയിൽ MSc കഴിഞ്ഞവർക്കാണ് ഫോറൻസിക് സൈക്കോളജി ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ന്യൂറോ സൈക്കോളജിയിൽ MSc കഴിഞ്ഞവർക്കാണ് ന്യൂറോ സൈക്കോളജിസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇനി ഇവിടെയുള്ള ഒരു റിക്വയർമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ MSc അപ്ലൈഡ് സൈക്കോളജി കഴിഞ്ഞവരാണെങ്കിലോ MSc സൈക്കോളജി കഴിഞ്ഞവരാണെങ്കിലോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിന്ന്, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ആ യൂണിവേഴ്സിറ്റിന്ന് നിങ്ങൾ ലെറ്റർ വാങ്ങണം. അതായത് ഈ 2 കോഴ്സും അപ്ലൈഡ് ആണെങ്കിലും ജനറൽ MSc സൈക്കോളജി ആണെങ്കിലും ഇസ് ഇക്വാലന്റ്
ടു MSc ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് DHA ലൈസൻസിന്റെ എന്താ പറയാ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ ഉണ്ടല്ലോ, എലിജിബിലിറ്റി ലെറ്റർ അവർ ഇഷ്യൂ ചെയ്ത് തരുള്ളൂ. നിങ്ങൾക്ക് കൗൺസിലിംഗ് ആണെങ്കിലും റെഗുലർ ആണെങ്കിലും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിന്ന് അത് ഇഷ്യൂ ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കണം. ഓക്കെ, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് MSc ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചിട്ടുള്ളത് അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ MSc ജനറൽ സൈക്കോളജി ആണെങ്കിൽ ഇറ്റ് ഈസ് ഇക്വാലന്റ് ടു MSc കൗൺസിലിംഗ് സൈക്കോളജിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. കാരണം നിങ്ങളുടെ ഇന്റേൺഷിപ്സ് വരുന്നത് കൗൺസിലിംഗ് ബേസിസിലല്ലേ, ക്ലിനിക്കൽ സെറ്റിംഗ്സിലല്ലല്ലോ. പക്ഷെ അപ്ലൈഡിലും നിങ്ങളുടെ ഇന്റേൺഷിപ്സ് വരുന്നത് ക്ലിനിക്കലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ DHA എലിജിബിലിറ്റി ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ലെറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത കോഴ്സസ് ഇക്വാലന്റ് ടു MSc ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, DHAന്ന് അവര് എലിജിബിലിറ്റി ലെറ്റർ അവർ ഇഷ്യൂ ചെയ്ത് തരുള്ളൂ. മാം, അപ്ലൈഡ് സൈക്കോളജിയിൽ തന്നെ സെക്കൻഡ് ഇയറിൽ ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇക്വാലൻസിന്റെ ആവശ്യമുണ്ടോ? ബിക്കോസ് യുവർ കോഴ്സ് ഇസ് കമ്മിങ് വിത്ത് ദ നെയിം ഓഫ് MSc അപ്ലൈഡ് സൈക്കോളജി, നോട്ട് ക്ലിനിക്കൽ സൈക്കോളജി. അത് നമുക്ക് ഇവിടെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇക്വാലൻസി ലെറ്റർ വേണം. മാം, ABT സർട്ടിഫിക്കേഷനെ കുറിച്ചൊന്ന് പറയാമോ? DHA ലൈസൻസ്. സോറി, ഹലോ, ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യണേ. അപ്പൊ നമ്മൾ ഈ ടൈറ്റിൽ ഓക്കെ ആയി. അപ്പൊ ഈ AHP നമ്മൾ ഈ രജിസ്ട്രേഷൻ എടുക്കുമ്പോഴും നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ അല്ലേ എടുക്കേണ്ടത്? അല്ല, ബിക്കോസ് യു ആർ നോട്ട് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വിത്തൗട്ട് കംപ്ലീറ്റിംഗ് MPhil in Kerala. അപ്പൊ നിങ്ങൾ സൈക്കോളജിസ്റ്റ് നമുക്ക് ഇവിടെ AHP ലൈസൻസിന്റെ ആവശ്യം എന്താണ്? ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടാനല്ലേ? അല്ല, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കൗൺസിലോ അല്ലെങ്കിൽ അസോസിയേഷനിലോ നമ്മുടെ പ്രൊഫഷൻ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ട്. നമ്മൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് കൊടുത്താൽ മതിയാണ്. കാരണം നാട്ടിൽ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ MPhil ക്ലിനിക്കൽ സൈക്കോളജി ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ ഈ ചെയ്ത ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ ഒരു ലൈസൻസ് MPhil ക്ലിനിക്കൽ സൈക്കോളജി ആയിട്ട് എടുക്കുകയാണ്, RCAയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇല്ല, MPhil ഇല്ല, സോ യു ആർ ഡൂയിങ് സംതിങ് ഇൻഅപ്രോപ്രിയേറ്റ്, റൈറ്റ്? ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ MSc സൈക്കോളജി മതി. നമുക്ക് ഇവിടെ ക്ലിനിക്കൽ വർക്ക് ചെയ്യാൻ MSc സൈക്കോളജി മതി. അതാണ് ധാരാളം. കാരണം ഇവിടെ MPhil എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇവിടെ ഈ MPhil എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc സൈക്കോളജി ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് എന്നുള്ള ലെറ്ററും ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റും AHP വാങ്ങുക. അതേസമയം നിങ്ങളുടെ MSc ആണല്ലോ ബേസിക് ക്വാളിഫിക്കേഷൻ. ആ MSc നിങ്ങൾ ചെയ്തത് ക്ലിനിക്കൽ സൈക്കോളജിന് തുല്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റിയുടെ ലെറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ DHA വിൽ ഇഷ്യൂ ദ ലെറ്റർ. ഓക്കെ, ഫൈൻ. ഇപ്പൊ ഈ ക്ലിനിക്കൽ അല്ലാതെ വേറെ ഏത് സൈക്കോളജിസ്റ്റിനാണെങ്കിലും CDA എഴുതണമെന്നാണോ, DHA വേണ്ടെന്നാണോ? ക്ലിനിക്കൽ അല്ലാതെ വേറെ ഏത് സൈക്കോളജിസ്റ്റ് ആണെങ്കിലോ? സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അസിസ്റ്റന്റ് ഇങ്ങനെ 3 എണ്ണമുള്ള പറഞ്ഞത്. അപ്പൊ ഇതിൽ സൈക്കോളജിസ്റ്റ് പൊസിഷന് നമ്മൾ DHA ആണോ അപ്ലൈ ചെയ്യേണ്ടത്? സൈക്കോളജിസ്റ്റ് DHA. കാരണം നമ്മൾ DHAന്റെ ആ ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, ബുക്ക്ലെറ്റിൽ തന്നെ പറയുന്നുണ്ടല്ലോ 3 പോസ്റ്റുകൾ സൈക്കോളജി കഴിഞ്ഞവർക്ക്. അതിൽ തന്നെ സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ MSc സൈക്കോളജി ഉള്ളവര് സൈക്കോളജിസ്റ്റിന്റെ DHA ആണോ അല്ലേ അപ്ലൈ ചെയ്യേണ്ടത്? ഓക്കെ. അപ്പൊ MSc കൗൺസിലിംഗ് സൈക്കോളജി ഉള്ളവരോ? MSc കൗൺസിലിംഗ് സൈക്കോളജി ഉള്ളവര് എനിക്കറിയില്ല നിങ്ങൾക്ക് DHA കിട്ടാനുള്ള പോസിബിലിറ്റി എത്രമാത്രം ആണെന്നുള്ളത്. നിങ്ങളുടെ ഇന്റേൺഷിപ്പ് കൗൺസിലിംഗിലല്ലേ? പക്ഷെ നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ 2 months ഹോസ്പിറ്റൽ സെറ്റിംഗിൽ ക്ലിനിക്കൽ കേസസും ഉണ്ട്, കൗൺസിലിംഗ് കേസസും ഉണ്ട്. രണ്ടും ഡിഫറെന്റ് അല്ലേ? കേസസും നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. രണ്ടും ചെയ്തിട്ടുണ്ട് നമ്മള്. അപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു ലെറ്റർ ഇഷ്യൂ ചെയ്ത് തരുമോ എന്നുള്ളത് അന്വേഷിച്ച് നോക്കുക. ആ ലെറ്റർ ഉണ്ടെങ്കിൽ DHA നിങ്ങൾക്ക് തരും. അതായത് ലെറ്റർ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ DHA എലിജിബിലിറ്റി ലെറ്റർ ഫ്രീസ് ആവും, പിന്നെ അത് ഇൻവാലിഡ് ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് എവിടെയായിട്ടായിരിക്കും കൂടുതൽ ഇതുണ്ടാവുക? സ്കൂൾ കൗൺസിലറായിട്ട് കയറാൻ പറ്റും. ഓക്കെ. എങ്ങനെ? കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞവരാണെങ്കിൽ DHA എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അങ്ങനത്തെ ലെറ്റർ ഇഷ്യൂ ചെയ്ത് തരുമോ എന്നുള്ളത് നോക്കണം ആദ്യം.
ഓക്കെ. യൂണിവേഴ്സിറ്റി ഇപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 2 കോഴ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗും അതുപോലെ കൗൺസിലിംഗ് സൈക്കോളജി മാത്രം. അപ്പൊ കൗൺസിലിംഗ് കഴിഞ്ഞവർക്ക് നമുക്ക് ഇതേപോലെ ഹോസ്പിറ്റലിൽ നമുക്ക് ഇതുണ്ടായിരുന്നു, പിന്നെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. 2 months ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻ കേസ് അവർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CDA ചെയ്യുകയാണെങ്കിലും ക്ലിനിക്കൽ കേസസ് വ്യത്യാസമാണ്, കൗൺസിലിംഗ് എടുക്കുന്ന കേസസ് വ്യത്യാസമാണ് അല്ലേ? അല്ല, നമ്മൾ സെയിം ആയിട്ട് ചെയ്ത് നമ്മള് ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുന്ന പോലെ തന്നെയാണ് മൊത്തം MSCയും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തത്. സെയിം ആയിരുന്നു നമ്മുടെ രണ്ടുപേരുടെയും. വേറെ ക്ലിനിക്കൽ സൈക്കോളജി സ്റ്റുഡൻസിന്റെയും നമ്മളത് സെയിം ആയിരുന്നു. ഫൈനൽ എങ്ങനെ കിട്ടുന്നത്? ഈ MSc ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജി തന്നെ ആയിരിക്കും കിട്ടുക? അതെ അതെ, അങ്ങനെയാണ് കിട്ടുന്നത്. MSc കൗൺസിലിംഗ് സൈക്കോളജി തന്നെയാണ് കിട്ടുന്നത്. Okay, so ask your university if they can provide a additional letter proving that it is equal to clinical psychology. You might be eligible to write the DH. ഓക്കെ. സോ അപ്പൊ ഇൻ കേസ് അവരത് തരുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CDA ലൈസൻസിനാണോ അപ്ലൈ ചെയ്യാൻ ബെസ്റ്റ്? CDAക്ക് അപ്ലൈ ചെയ്യാം. CDAക്ക് ഇതേപോലെ CDAന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്താ പറയുക, ഇപ്പൊ നിങ്ങൾക്ക് DH ആണെങ്കിലും MOH ആണെങ്കിലും HAD ആണെങ്കിലും ഇനി ബാക്കിയുള്ള ഏത് രാജ്യത്തെ ആണെങ്കിലും, ഇപ്പൊ സൗദിന്റെ ഞാൻ പറഞ്ഞ അസോസിയേഷൻ ഫേമിന്റെ ആണെങ്കിലും ഖത്തറിന്റെ ആണെങ്കിലും ഇതിന്റെ ഒക്കെ ആ പേരടിച്ചു കൊടുത്താൽ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരൊരു ബുക്ക്ലെറ്റ് കിട്ടും, ഫുൾ ബുക്ക്ലെറ്റ് കിട്ടും. ആ ബുക്ക്ലെറ്റിൽ A to Z എഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി എലിജിബിലിറ്റീസ്, റിക്വയർമെന്റ്സ്, ഡോക്യുമെന്റ്സ് എല്ലാം. ഓക്കെ, CDA ആണെങ്കിലും ഒരുപാട് ഡോക്യുമെന്റ്സും സാധനങ്ങളും വേണം. അതിൽ എന്തൊക്കെയാണ് ഇപ്പൊ ഒരുപാട് പോസ്റ്റുകൾ CDAന്റെ കീഴിൽ വരുന്നുണ്ട്. സൈക്കോളജിസ്റ്റ്, സ്കൂൾ കൗൺസിലർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സോഷ്യൽ വർക്കർ, സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നൊക്കെ പറയട്ടെ. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണല്ലോ. അപ്പൊ അതും എങ്ങനെ CDAക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ എന്തൊക്കെയാണ് എലിജിബിലിറ്റി, എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ആ വെബ്സൈറ്റിൽ പോയിട്ട് അതിന്റെ ബുക്ക്ലെറ്റ് ഇരുന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് DHന്റെ അതേപോലെ CDAന്റെ ഒക്കെ ബേസിക് ബുക്ക്ലെറ്റ്സും എലിജിബിലിറ്റി ഡോക്യുമെന്റ് ക്രൈറ്റീരിയ റിക്വയർമെന്റ്സിന്റെയും എന്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഞാൻ എന്ത് ചെയ്യാം, ജുനൈദിന് ഷെയർ ചെയ്യാം. ജുനൈദ് അത് ഗ്രൂപ്പിലേക്ക് ഇട്ടോളൂ കേട്ടോ. ജുനൈദ്, മാം ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ UG ചെയ്തത് ട്രിപ്പിൾ മേജർ ആണ്. അപ്പൊ സൈക്കോളജി, ലിറ്ററേച്ചർ, സോഷ്യോളജി ആണ്. ആൻഡ് ദെൻ ഐ ഡിഡ് മൈ മാസ്റ്റേഴ്സ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, ബോത്ത് റെഗുലർ, ആൻഡ് നൗ ഐ എം പ്ലാനിങ് ടു ടേക്ക് MPhil in clinical psychology as well. ഇതിപ്പോ ഈ ട്രിപ്പിൾ മേജർ ചെയ്തതിൽ ഇഷ്യൂ ഉണ്ടോ? When it comes to clinical psychology, നമ്മൾ MPhil ചെയ്ത് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാ കോഴ്സ് മെൻഷൻ ചെയ്യുന്നത്? So certificate UG is being mentioned as BA in psychology, sociology and literature, and then MSc is in clinical psychology. സൈക്കോളജി മെൻഷൻഡ് ആണല്ലോ. മെൻഷൻ ആണ്, പക്ഷെ ക്ലിനിക്കൽ എന്ന് മെൻഷൻ അല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ ക്ലിനിക്കൽ ഫീൽഡ് ഇപ്പൊ MPhil ഉണ്ടെങ്കിലും ടേം നിങ്ങൾ വിട്ടേക്ക്. ക്ലിനിക്കൽ എന്നുള്ള ടേം നമുക്ക് എപ്പോഴാണ് ആവശ്യം വരിക? നിങ്ങൾക്ക് DH കിട്ടിക്കഴിഞ്ഞാൽ, DH ആദ്യം കിട്ടണല്ലേ. കിട്ടുക എന്ന് പറയുന്നത് ഇത് എന്താ പറയാ, നമ്മുടെ നാട്ടിൽ വെറുതെ എക്സാം ക്വാളിഫൈ ചെയ്യുന്ന പോലെ ഇവിടുത്തെ ലൈസൻസ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ക്രാക്ക് ആൻ എക്സാം ഓവർ ഹിയർ. ഇനി okay, you are skillful, you are eligible, you have got the license. ആ ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ലെറ്റർ അയക്കും, ഇന്ന എക്സ്ട്രാ ഡോക്യുമെന്റ്സ് നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മാത്രം യു ബോദർ അബൌട്ട് ക്ലിനിക്കൽ ആസ്പെക്ട്. അതർവൈസ് യു ജസ്റ്റ് ബോദർ അബൌട്ട് ടിൽ യുവർ PG. നിങ്ങൾ MPhil, PhD, ക്ലിനിക്കൽ ആ ലെവലിലേക്ക് ചിന്തിക്കുക വേണ്ട. നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് സൈക്കോളജിയിലും റെഗുലർ ആയിട്ട് PGയിലും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ? ഈ 2 സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ഇതിന്റെ രണ്ടിന്റെയും ലാസ്റ്റ് ഫൈനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? യു ആൻഡ് plus 2 years of continuous experience as a psychologist, you are eligible to apply for the license. ബാക്കി അതിനുശേഷം അവർ മെയിൽ അയക്കും. നിങ്ങളിപ്പോൾ DH ക്രാക്ക് ചെയ്തു, അല്ലെങ്കിൽ MOH ക്രാക്ക് ചെയ്തു, അല്ലെങ്കിൽ സൗദിയുടെ ക്രാക്ക് ചെയ്തു, ഖത്തറിന്റെ ക്രാക്ക് ചെയ്തു, അവർ നിങ്ങൾക്ക് മെയിൽ അയക്കും. ഇതൊക്കെയാണ് അഡീഷണൽ ഡോക്യുമെന്റ്സ് റിക്വയർ ചെയ്യേണ്ടത് എലിജിബിലിറ്റി ലെറ്റർ ഓഫർ ചെയ്യുന്നതിന് മുന്നേ. സോ ആ ടൈമിൽ ആ ഡോക്യുമെന്റ്സ് നോക്കിയിട്ട് നിങ്ങൾ ബോദർ ചെയ്താൽ മതി. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ AHP രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ കേരളയിൽ ഇപ്പം അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ രജിസ്ട്രേഷൻ ബോഡീസ് ഉണ്ട്. അപ്പൊ AHP രജിസ്ട്രേഷൻ തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടോ? AHP ഞാൻ സജസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് എ റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷൻ അണ്ടർ ഗവൺമെന്റ് ഓഫ് കേരള ഗവൺമെന്റ് കീഴിലുള്ള അസോസിയേഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട് എല്ലായിടത്തും. തെലങ്കാന, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഇഷ്ടം പോലെ അസോസിയേഷൻസ് ഉണ്ട്, ഒക്കെ പ്രൈവറ്റ് ആയിരിക്കും. വൈ ഐ റെക്കമെൻഡ് AHP ബിക്കോസ് ഇറ്റ് ഈസ് എ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. സോ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രൈവറ്റ് ആൻഡ് എ ഗവൺമെന്റ് ഓർഗനൈസേഷൻ.
മാം സെയിം ഫീൽഡ് തന്നെ ആയിരിക്കണോ 2 year എക്സ്പീരിയൻസ് നിർബന്ധമാണോ? Yes. Yeah. മാം ഒമാനില് CDA എക്സാം ബാധകമാണോ? സ്കൂൾ കൗൺസിലിംഗ് CDA നിർബന്ധമാണോ? ബേസിക്കലി ദുബായിലാണ്. ഒമാനിലും അതേപോലത്തെ MOH ഉണ്ട്. അതേപോലെ സ്കൂളിലാണെങ്കിലും ബേസിക്കലി സ്കൂൾ ഒരുവിധം എല്ലാ സ്കൂളും പ്രത്യേകിച്ച് അമേരിക്കൻ ബ്രിട്ടീഷ് കരിക്കുലുള്ള സ്കൂളിലൊക്കെ അവർ ലൈസൻസ് മാൻഡേറ്ററി ആയിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പ്രിഫറബിൾ ആണ്. ഇന്ത്യൻ സ്കൂളുകളാണ് പിന്നെയും ഒന്ന് അഴിഞ്ഞിട്ട് ലൈസൻസ് വേണോ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഹയർ ചെയ്യുന്നത്. പക്ഷെ അത്യാവശ്യം ടോപ്പ് മോസ്റ്റ് സ്കൂളുകളൊക്കെ ലൈസൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുക, ഇന്ത്യൻ സ്കൂളാണെങ്കിൽ. മാം EBT സർട്ടിഫിക്കേഷനെ പറ്റി ഒന്ന് പറയാമോ? ഒരു മിനിറ്റ്. ഹലോ മാം. Afifa ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഹലോ മാം, EBT സർട്ടിഫിക്കേഷനെ കുറിച്ചൊന്ന് പറയാമോ? അവിടെ എലിജിബിൾ ആണോ? നമുക്ക് ഇവിടെ വരുന്ന ഇപ്പൊ നിങ്ങൾക്ക് അഡീഷണൽ കോഴ്സസ് എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ റിക്വയർമെന്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് നിങ്ങളെ ഇവിടെ എലിജിബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഫ്രെയിം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കോഴ്സാണ് RBT, ABT, അതുപോലെ IBT, ഡിപ്ലോമ ഇൻ സെൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഓരോ എന്താ പറയാ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലും, ഇപ്പൊ ദുബായ് ആണെങ്കിൽ KHDA, അബുദാബി ആണെങ്കിൽ എഡക്ക്, അതേപോലെ ബാക്കി ഷാർജ ആണെങ്കിൽ സ്പിയ, അങ്ങനെ ഓരോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഓരോ എമിറേറ്റുകൾക്കും ഓരോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അതേപോലെ സൗദിന്റെ ഉണ്ട്, ഖത്തറിന്റെ ഉണ്ട്. അവരുടേതൊക്കെ ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴില് അവരുടെ അപ്രൂവലോടുകൂടി നടത്തുന്ന എന്താ പറയാ കോഴ്സസ് ആണ്. അതായത് വിവിധ സ്ഥാപനങ്ങൾ അവരുടെ അപ്രൂവലോടുകൂടി നടത്തുന്ന കോഴ്സസ് ആണ് RBT, ABT എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ. ഈ കോഴ്സുകൾ എന്ന് പറയുന്നത് ഓൺലൈൻ കോഴ്സുകളായിരിക്കും, കൂടുതലും 40 hours കോഴ്സുകളായിരിക്കും. ഓക്കെ, 40 hours കോഴ്സുകളായിരിക്കും. ഈ കോഴ്സുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സുകളാണ്. ഓക്കെ, പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സസ് ആണ്. നിങ്ങൾക്ക് ഇവിടുത്തെ MOEന്റെ റെക്കഗ്നീഷൻ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുക. ഇപ്പം RBTന്റെ ഫുൾ ഫോം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ ബിഹേവിയറൽ ടെക്നീഷ്യൻ. എന്ത് ബിഹേവിയറൽ ടെക്നീഷ്യൻ ആണ്? രജിസ്റ്റേർഡ് ബിഹേവിയറൽ ടെക്നീഷ്യൻ. അതേപോലെ ഡിപ്ലോമ ഇൻ സെൻ എന്ന് പറഞ്ഞിട്ട് 6 months കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ദുബായില് നാഷണൽ അക്കാഡമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ KHDA സർട്ടിഫിക്കറ്റ് ആണ് അവർ കൊടുക്കുന്നത്. 3 കോഴ്സ്, അതായത് ഇന്റർനാഷണൽ ബിഹേവിയർ ടെക്നീഷ്യൻ IBT, ABA അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ് ആൻഡ് ഡിപ്ലോമ ഇൻ സെൻ, ഈ 3 കോംബോ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഒറ്റ എമൗണ്ടിൽ നിങ്ങൾക്ക് 3 കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ്സ് കിട്ടും. അപ്പൊ IBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ബിഹേവിയറൽ ആസ്പെക്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സോ IBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എങ്ങനെയാണ് നിങ്ങൾക്ക് ബിഹേവിയർ മാനേജ് ചെയ്യേണ്ടത്, അതിന്റെ കൂടുതൽ പ്രാക്ടിക്കൽ അപ്രോച്ച് ആയിരിക്കും അവർ ഡിസ്കസ് ചെയ്യുക. അതേസമയം ABA എന്ന് പറയുന്നത്, ABA നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം ഓട്ടിസം ഉള്ള കുട്ടികൾക്ക്, ADHD ഉള്ള കുട്ടികൾക്ക് അവരുടെ ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് കൂടുതലും കൊടുക്കുന്നത് ABA വെച്ചിട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഡിപ്ലോമ ഇൻ സെൻ എന്ന് പറയുമ്പോൾ അക്കാഡമിക്കും ബിഹേവിയറലും സോഷ്യോ ഇമോഷണൽ എല്ലാ നീഡ്സും ഡീൽ ചെയ്യുന്ന രീതിയിൽ, അതായത് സെൻ എന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ്, അതിന് കീഴിൽ വരുന്ന എല്ലാ കുട്ടികൾക്കുള്ള ട്രെയിനിങ് 6 month ഡിപ്ലോമയിലൂടെ പഠിപ്പിക്കുന്നതാണ് ഈ കോഴ്സുകൾ. ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിനിക്കുകളിൽ ABA തെറാപ്പിസ്റ്റ് ആയിട്ട് കയറാൻ പറ്റും. ABA തെറാപ്പിസ്റ്റ് ആയിട്ട് കയറാൻ പറ്റും. കാരണം ABA ലൈസൻസ്, അബാറ്റ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ട്. QABA ബോഡിയുടെ അബാറ്റ് ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ് ആസ് എ ABA തെറാപ്പിസ്റ്റ്. നിങ്ങൾക്ക് LSA പോസ്റ്റുകൾ, അതായത് ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ്, ചില സ്കൂളുകളിൽ ഈ സ്പെഷ്യൽ കുട്ടികൾ, ഇപ്പം ഭയങ്കര സീവിയർ ആയിട്ടല്ല, മൈൽഡ് ടു മോഡറേറ്റ് ഉള്ള കുട്ടികളൊക്കെ മെയിൻ സ്ട്രീം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്കൂളുകളിൽ സ്കൂൾ കൗൺസിലേഴ്സ് ഇത്രയും മാൻഡേറ്ററി ആയിട്ടുള്ളത്. എല്ലാ സ്കൂളിലും സ്കൂൾ കൗൺസിലേഴ്സ് മാൻഡേറ്ററി ആണ്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നിർബന്ധമായിട്ട് വേണം. അത് എന്തുകൊണ്ടാണ്? ഇവിടെ മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള കേസസ്, ഓട്ടിസം ആയിക്കോട്ടെ, ADHD ആയിക്കോട്ടെ, മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള എല്ലാ കേസുകളും മെയിൻ സ്ട്രീം സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ സ്വാഭാവികമായിട്ട് ഒരു ടീച്ചറിന് 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് ഈ ഒരു കുട്ടിക്ക് 1-to-1 അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. സോ ആ കുട്ടിക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ കുട്ടീനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1-to-1 അറ്റൻഷനും സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹയർ ചെയ്യുന്ന ആളെയാണ് LSA അല്ലെങ്കിൽ ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ്. പഴയ പേര് ഷാഡോ ടീച്ചർ എന്നൊക്കെ പറയും.
ഓക്കെ. സോ ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ABA RBT ഒക്കെ സൈക്കോളജി കഴിഞ്ഞവർ തന്നെ എടുക്കണമെന്നില്ല. ഏത് കോഴ്സ് കഴിഞ്ഞവർക്കും ABA കോഴ്സ് എടുക്കാം, LSA ആവാം. പക്ഷെ ABA തെറാപ്പിസ്റ്റ് പ്രോപ്പർ ക്ലിനിക്കൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. മാം ഹലോ, പറയൂ. ഇത് ഇപ്പൊ ഈ ABA കോഴ്സ് ഒക്കെ ഇപ്പൊ ദുബൈയിൽ നിന്ന് ഞാൻ ABA കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഇത് കുവൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇപ്പൊ KHD അപ്രൂവൽ ഉണ്ടെങ്കിൽ പോലും അത് കുവൈറ്റിലൊക്കെ ആക്സെപ്റ്റബിൾ ആയിരിക്കുമോ? അതെനിക്ക് സംശയമാണ്. കാരണം KHD എന്ന് പറയുമ്പോൾ ദുബായിക്ക് മാത്രമല്ലേ അപ്ലിക്കബിൾ ഉള്ളൂ. അവിടെ ആവുമ്പോ അവിടുത്തെ ഗവൺമെന്റ് കീഴിൽ ചെയ്യേണ്ട ABA ആവണ്ടേ? അങ്ങനെ ഇവിടെ ഇപ്പൊ UAE പൾസ് എന്ന് പറയുന്ന ഒരു അക്കാദമി ഉണ്ട്. അപ്പൊ അവിടെ ജുമേറുള്ളത് അവിടെ ABAയും IBTയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ആക്സെപ്റ്റബിൾ ആയിരിക്കും. അതിലൊരു സർട്ടിഫിക്കറ്റ് IBT മാത്രം അപ്ലൈ ചെയ്ത് നോക്ക്. ടെക്നിക്കലി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എന്റെ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ ജസ്റ്റ് 1-2 കേസിന്റെ അടുത്തുകൂടി വന്നു പോയിട്ടുള്ളതിന്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ അതാത് രാജ്യങ്ങളുടെ ബോഡിയുടെ കീഴിൽ ചെയ്യുന്നതില് വാല്യൂ ഉള്ളൂ എന്നാണ്. കാരണം അതാത് രാജ്യങ്ങളുടെ അനുസരിച്ചിട്ടുള്ള കേസുകൾ വ്യത്യാസമുണ്ട്, ട്രെയിനിങ് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഒരു പാറ്റേൺ ആയിരിക്കില്ലല്ലോ ബാക്കിയുള്ള രാജ്യങ്ങളിൽ. നിങ്ങൾ അത് വാലിഡ് ആണോ അല്ലെന്നുള്ളത് സർട്ടിഫിക്കറ്റിൽ വെക്കുക. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് കിട്ടിയ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അത് സർട്ടിഫിക്കറ്റിൽ വെക്കുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷെ അത് അവിടെ വാലിഡ് ആണോ, അത് വെച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് ABA തെറാപ്പിസ്റ്റ് പോലുള്ള ജോബിന് അവിടെ കുവൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. I'm not sure about it. CDR ലൈസൻസിനും ഈ 2 year എക്സ്പീരിയൻസ് കമ്പൽസറി കുറെ പേര് ഒരുമിച്ചാണ് സംസാരിക്കണം, ഒന്നും മനസ്സിലാവില്ല. ഐ ഗിവ് ഒരു 5 minutes. നമുക്ക് ജസ്റ്റ് ഈ റൈറ്റപ്പിലുള്ള മെസ്സേജസ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഐ ഗിവ് ഓപ്പർച്യൂണിറ്റി ടു ഈച്ച് വൺ ഓഫ് യു ടു ഹാവ് എ ക്ലിയർ ഡൗട്ട്സ്. ഓക്കെ. So I was talking about CDN details. Will MPhil be regarded as experience? Yes. If we have studied from a private UK-based institution in Dubai and is only accredited by KHD and not MOE, will we still be able to avail our equivalency certificate? As I heard, it is not possible. If you heard like that, then it might be not possible. If you ask me such technical questions, I'm going to become handicapped. I can't answer because it's too specific in nature, and I'm not sure about all those internal procedures going on between the Emirates and different Ministry of Educations of different Emirates in Dubai. I mean, in UAE. Can you share any template of CV? I think already CV based training classes Happlyf conduct ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. I would suggest to get consulted with any professional CV makers to get your CV done. Okay, because they know how to frame the sentences and all the experiences very professionally, rather than just copying any template and pasting it off. Okay. What's your opinion on applying job in UAE from India? No use. Okay, come here and apply. നിങ്ങൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ CV-യിൽ മാൻഡേറ്ററി ആയിട്ട് കാണേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ ഇവിടുത്തെ ലോക്കൽ നമ്പർ, ഇവിടുത്തെ വിസ സ്റ്റാറ്റസ്, പാസ്പോർട്ട് നമ്പർ, വിസ വാലിഡിറ്റി. ഓക്കെ, വിസിറ്റ് വിസ ആണെങ്കിൽ എത്ര വരെ ഉണ്ട്, സ്പൗസ് വിസ ആണെങ്കിൽ മെൻഷൻ ദാറ്റ്. നിങ്ങൾ നാട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. സോ അവർക്ക് മനസ്സിലാവും. ആൻഡ് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന നമ്പർ നാട്ടിലത്തെ നമ്പർ ആയിരിക്കും. ഇവിടെ തന്നെ പ്രൊഫഷണൽസ് ജോലി കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാണ്. ഓക്കെ, സോ ഹൂ വിൽ ബോദർ അബൌട്ട് someone who is staying in India and applying? കാരണം ഇവിടെ ഉള്ളവരെ തന്നെ അവർക്ക് ഹയർ ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ ഉള്ളവർ തമ്മിൽ. So no one will bother about someone who is not in the country. Okay, so if you literally want to get a job in Dubai or anywhere in the Middle East, go there and apply. Okay, with all the local details you have. Similar questions I'm not answering again. About I already discussed. Behavioral therapy scope. We have a lot of behavior therapy centers here in UAE as well as in different countries. കാരണം ഞാൻ പറഞ്ഞു ഈ കോവിഡിന് ശേഷം കുട്ടികളുടെ സ്ക്രീൻ ടൈം യൂസ് ഒരുപാട് കൂടിയത് കൊണ്ട് ഓട്ടിസം പോലുള്ള ഒരുപാട് എന്താ പറയാ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സ്ക്രീൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ഒരുപാട് കൂടി വന്നിട്ടുണ്ട്. സോ ആ ഒരു ആസ്പെക്ട് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് സെന്റേഴ്സ് ഇവിടെ വന്നു കൂടിയിട്ടുണ്ട്. ഒരുപാട് ബിഹേവിയർ തെറാപ്പി സെന്റേഴ്സ്, ബിഹേവിയർ എൻഹാൻസ്മെന്റ് സെന്റേഴ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. സോ if you have completed your ABA or RBT, something such courses, and if you are looking into a behavior therapy center, there is a good scope over here in any of the countries in the Middle East.
ഷാഡോ ടീച്ചർ യെസ് സ്കോപ്പ് ഉണ്ട്. Okay, repeated questions. I'm not. There is no B.Ed for psychology, but B.Ed for social sciences equivalent for a B.Ed for psychology. Psychology ke naattilokke namukku PSC എഴുതിയിട്ട് എന്താ പറയാ ഹൈസ്കൂളിലൊക്കെ നമുക്ക് കിട്ടുന്ന എങ്ങനെയാ B.Ed വേണമല്ലോ PSC എഴുതാണ് ടീച്ചിങ് പ്രൊഫഷൻ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. അതിന് B.Ed സൈക്കോളജിക്ക് B.Ed ഇല്ല, സോഷ്യൽ സയൻസിലാണ് B.Ed ഉള്ളത്. ഓക്കെ, ആ B.Ed തന്നെയാണ് നമുക്ക് എല്ലായിടത്തും ഉള്ളത്. ഓക്കെ, okay, I think are almost same questions, right, Junaid? Is there anything a different question? If you find out, just let me know so that I can answer it accordingly. So I'm finding a lot of questions. Ma'am. Sorry. Ma'am, ipo ye ABET ipo long distance ആണെങ്കിലും കുഴപ്പമില്ലല്ലോ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിലും PG ABA ചെയ്യാനോ? നിങ്ങൾക്ക് ഇവിടെ എന്തൊരു ജോബ് കിട്ടണമെങ്കിലും ഇവിടുത്തെ മിനിസ്ട്രിന്റെ കീഴിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടണം. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ജോബ് കിട്ടിയ എന്റെ കഥ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നു കൂടി. എനിക്ക് ഇന്റർവ്യൂ കോൾ വന്നു 4 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. 2 മാസം കൊണ്ടാണ് എനിക്ക് ജോബ് കിട്ടി എന്നുള്ളത് ഞാൻ അറിയുന്നത്. കാരണം 4 ഇന്റർവ്യൂ ആയിട്ട് ഡിഫറെന്റ് ഇന്റർവ്യൂസ് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇന്റർവ്യൂ കിട്ടിയ ഉടനെ എന്റെ 2 സർട്ടിഫിക്കറ്റും അറ്റസ്റ്റഡ് അല്ലായിരുന്നു. ഓക്കെ, എന്റെ 2 സർട്ടിഫിക്കറ്റ് എനിക്ക് ഇവിടെ അറ്റസ്റ്റഡ് ആവണം. എനിക്ക് അറിയുന്ന മാതിരി നിങ്ങൾക്ക് ഈ പറഞ്ഞു തരാൻ ഞാനുള്ള മാതിരി എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. ഷഫ്ന, can you just mute yourself? ഓക്കെ, സോ എനിക്ക് എന്താണ് പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്താണ് പ്രൊസീജിയേഴ്സിനോ ഞാൻ അറ്റസ്റ്റ് ചെയ്യണോ വേണ്ട ഒന്നും എനിക്കറിയില്ല. എനിക്ക് ജോബ് കിട്ടി, വിളിച്ചു പറയുന്നത് തേഴ്സ്ഡേ ആണ് ജോബ് കിട്ടി, മൺഡേ വന്ന് ജോയിൻ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ അബുദാബിയിലായിരുന്നു ആ ടൈമില്, ദുബായിലാണ് ജോബ് കിട്ടിയത്. അപ്പൊ എനിക്ക് ട്രാവൽ, അതായത് നിയർലി 2.5 hours ട്രാവൽ ഉണ്ട് ഫ്രം അബുദാബി ടു ദുബായ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ മോനുണ്ട്, എനിക്ക് പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ല, ആൻഡ് ഐ ഹാവ് ടു ചേഞ്ച് ദ എമിറേറ്റ് ഓൾസോ. സോ ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് പോസിബിൾ, ക്യാൻ യു ജസ്റ്റ് എക്സ്റ്റെൻഡ് ടിൽ വെനസ്ഡേ? സോ ഓക്കെ ഫൈൻ, നിങ്ങൾ വെനസ്ഡേ വന്ന് ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ച ഫസ്റ്റ് ചോദ്യമാണ്, സർട്ടിഫിക്കറ്റ്സ് എല്ലാം അറ്റസ്റ്റഡ് അല്ലേ? അപ്പോഴാണ് ഞാൻ അറിയുന്നത് അല്ല, അറ്റസ്റ്റഡ് അല്ല. അപ്പൊ അവർ പറഞ്ഞു അയ്യോ അറ്റസ്റ്റേഷൻ ഇല്ല. ഞാൻ വിചാരിച്ചു പോയി, കിട്ടിയ ജോലി പോയി എന്ന് വിചാരിച്ചു. കാരണം അറ്റസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് PhD രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏതൊരു കാൻഡിഡേറ്റിനെ അവർ ഹയർ ചെയ്താലും ആ നെയിംസ് PhD രജിസ്റ്റർ ചെയ്യണം. PhD പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, PhD എന്ന് പറയുന്നത് ദുബായിന്റെ കഥ ആയതുകൊണ്ട് കേട്ടോ ഞാൻ പറയുന്നത്. ഇതേപോലെ എല്ലാ രാജ്യങ്ങൾക്കും, എല്ലാ എമിറേറ്റ്സിനും, എല്ലാ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ബാധകമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിടിച്ച ഉടനെ വേഗം ഒരു ഏജൻസിനെ വിളിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ 10 working days അവർ അറ്റസ്റ്റ് ചെയ്ത് തരുന്നു പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. കിട്ടിയ ഉടനെ ഞാൻ എന്ത് ചെയ്തു, എന്റെ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത ഭാഗം കൂടി അയച്ചു തന്നു. ഇനിയിപ്പം ഫർസാന ചോദിച്ച ചോദ്യം എന്താണ്, ABA ചെയ്താലും നമുക്ക് സൈക്കോളജി PG റെഗുലർ അല്ലെങ്കിൽ ABA ചെയ്ത ജോലി കിട്ടുമോ? നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിരിക്കണം. ഈ അറ്റസ്റ്റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, റെഗുലർ ആയിരിക്കണം, അല്ലെങ്കിൽ അത് കിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തൊരു ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്താലും, എന്തൊരു ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റഡ് ആയിരിക്കണം. അറ്റസ്റ്റഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി വിത്ത് ദ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി റെഗുലർ. ഐ ഹോപ്പ് ദ ആൻസർ ഇസ് ക്ലിയർ. പിന്നെ നിങ്ങൾക്ക് ഫർസാന യു ക്യാൻ അപ്ലൈ ഫോർ സച്ച് ജോബ്സ് കോൾഡ് LSA പോസ്റ്റ് ഒക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, LSA പോസ്റ്റ് ഒക്കെ ABA വേണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് LSA പോസ്റ്റ് എല്ലാം അപ്ലൈ ചെയ്യാം. പാരന്റ് പെയ്ഡ് LSA ആയിട്ടൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. സോ മേ ബി there is പിന്നെയും സ്കോപ്പ് ഉണ്ട് ടു ഗെറ്റ് ഇൻ വിത്തൗട്ട് റെഗുലർ PG. CDA ലൈസൻസിന് ഈ 2 year എക്സ്പീരിയൻസ് മസ്റ്റ് ആണോ? Yes. CDA ക്ക് 1 year. 1 year ആണ് ഡോക്യുമെന്റ്സിൽ പറയുന്നത്, ബട്ട് 2 year is preferable always. ഓക്കെ ഓക്കെ, സെയിം പൊസിഷനിൽ തന്നെ വർക്ക് ചെയ്യണം, സെയിം ഫേമിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. യെസ് യെസ്, നിങ്ങൾ 6 മാസം അവിടെ 6 മാസം ഇവിടെ, ഇറ്റ് വോണ്ട് ബി കൺസിഡർഡ്. ഓക്കെ, താങ്ക് യു. നമ്മളൊരു 2 years ഡിപെൻഡന്റ് വിസയിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് വർക്ക് വിസ ആയിട്ട് മാറാൻ പറ്റുമോ? അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഹസ്ബൻഡ് വിസയിൽ 2 അത് വർഷം നിങ്ങളുടെ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിരിക്കും. അത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിരിക്കും. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തരാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും.
ഇറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തരാൻ റെഡിയാണ്, നിങ്ങൾ പറയുന്ന റീസൺസ് ജെന്യൂൻ ആണ്, അവർ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതിന് ഇന്ന എലിജിബിലിറ്റി ഞാൻ പറയുന്നത് കാര്യങ്ങളൊന്നും 2 years നമ്മളിവിടെ വർക്ക് ചെയ്താൽ നമുക്കതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യോ? അവർ ഡിപെൻഡന്റ് വിസയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യോ? അവര് ബേസിക്കലി ഡിപെൻഡന്റ് വിസയിൽ നിന്ന് സ്കൂൾ വിസയിലേക്ക് മാറാൻ ആരും താല്പര്യപ്പെടില്ല. കാരണം അവരെ സംബന്ധിച്ച് ഓൾറെഡി നിങ്ങൾക്ക് ഒരു വിസ ഉണ്ടല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് ആ എക്സ്പെൻസ് കൂടി ബേർഡൻ ചെയ്യുന്നതെന്നാണ് ചിന്തിക്കുള്ളൂ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ വിസ എന്ന് പറയുന്നത് സ്കൂളിലോട്ട് മാറണമെങ്കിൽ അഗൈൻ യു വിൽ ഹാവ് ടു ക്ലാരിഫൈ വൈ യു ആർ പ്രിഫറിംഗ് എ സ്കൂൾ വിസ. അത് നിങ്ങൾ ക്ലാരിഫിക്കേഷൻ അവർക്ക് കൺവീനിയൻസ് ആണെങ്കിൽ മാത്രമേ അവർ വിസ തരുള്ളൂ. അതാണ് പറഞ്ഞത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനനുസരിച്ചിരിക്കും. നിങ്ങൾ ജോബിന് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനനുസരിച്ചിരിക്കും. നിങ്ങൾ അവിടെ ക്ലാരിഫൈ ചെയ്യുന്ന നിങ്ങളുടെ റീസൺസിനനുസരിച്ചിരിക്കും. അപ്പൊ അവരോട് ചോദിക്കേണ്ടി കൗണ്ട് ചെയ്യുന്നുള്ളത് ഡിപെൻഡന്റ് വിസയിലുള്ള എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യുന്നത് ചോദിക്കേണ്ടി വരും അല്ലേ? എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യും, പക്ഷെ വിസ തരുമില്ല എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൗകര്യമാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങളും തമ്മിലൊരു ബന്ധമില്ല. കാരണം വിസ തരിക എന്ന് പറയുന്നത് അവർക്ക് ചെലവുള്ള കാര്യമാണ്. അപ്പൊ അവർ അതിനനുസരിച്ച് ചിന്തിക്കുള്ളൂ. സംസാരിക്കുന്നു. ഷിഫ്ന ഒന്ന്, ഹബീബ് ഒന്ന് വെയിറ്റ് ചെയ്യണം, ആഷിഫ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഷിഫ സോറി, അത് അവിടെ മാം, പോർട്രേറ്റ് ഫീൽഡിലെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് CDAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും? എങ്ങനെയാ? 2 years IT സെക്ടറിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് 2 years. അപ്പൊ അത് വെച്ച് നമുക്ക് CDAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും? IT സെക്ടറിൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജോബ് റോൾസ് എന്തൊക്കെയാ വരുന്നത്? കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി അങ്ങനെയുള്ള ഉണ്ട്. അത് സർട്ടിഫിക്കറ്റിൽ പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുമുണ്ട് ജോബ് റോൾസ് എല്ലാം. അപ്പോ ഓക്കെ, സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പോസ്റ്റ് എന്തായിട്ടാ കാണിക്കുന്നത്? സൈക്കോളജിസ്റ്റ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നാണ്. അതെ അതെ. യു ഹാവ് ടു വെയിറ്റ്. അത് ഞാൻ പറഞ്ഞേ, നിങ്ങൾ ജസ്റ്റ് CDAന്റെ വെബ്സൈറ്റിൽ പോയിട്ട്, ഞാൻ എന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് ഞാൻ ഷെയർ ചെയ്യാം. CDAന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിന്റെ റിക്വയർമെന്റ്സ് നോക്കുക. അപ്പൊ അതിൽ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് ക്വാളിഫിക്കേഷൻ, ഏത് ഫേമിൽ വർക്ക് ചെയ്തവർക്കാണ്, ഏതൊക്കെ. കാരണം ഞാൻ വെറുതെ എന്തെങ്കിലും ഒരു ഊഹം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. വാട്ട് ഇഫ് യു ആർ എലിജിബിൾ വിത്ത് എക്സ്പീരിയൻസ് അല്ലേ? അപ്പോ നിങ്ങൾ ജസ്റ്റ് പറയൂ. മാം, നമ്മുടെ ഈ DHAയിൽ 4 years ബാച്ചിലേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്താ ആക്ച്വലി ചെയ്യണം? നമുക്ക് 4 years ബാച്ചിലേഴ്സ്, നമ്മുടേത് 3+2 വരുന്നില്ലേ അവർക്ക്? കാരണം അബോർഡ് ബാച്ചിലേഴ്സ് 4 years അല്ലേ? ഓക്കെ, അത് മൈൻഡ് ചെയ്യണം. കാരണം നമ്മുടെ ബാച്ചിലേഴ്സ് 3 years. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ബാച്ചിലേഴ്സ് 4 years ആണ്. ഓക്കെ മാം, ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ പറഞ്ഞില്ലേ, അത് നമുക്ക് അവിടുന്ന് ചെയ്യാനാണോ പറഞ്ഞത്? നമുക്ക് നാട്ടിൽ ചെയ്യുന്നതാണോ? നിങ്ങൾ ഏത് രാജ്യത്തിലോട്ടാ പോകുന്ന ആ രാജ്യത്തിന്റെ അടക്കം നിങ്ങൾക്ക് ചെയ്ത് കിട്ടും. ഏജൻസീസ് ഉണ്ടല്ലോ നാട്ടിലും. ഈ അറ്റസ്റ്റേഷൻ ഒമാനിലേക്ക് വേറെ, സൗത്തിലേക്ക് വേറെ, അങ്ങനെയാവില്ലേ? അതെ. നിങ്ങൾ അപ്പം അവിടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആവും. നോർത്ത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക്, ഏത് രാജ്യത്തേക്കാണ് നിങ്ങൾ പോകുന്നത് അതാത് രാജ്യത്തിന്റെ അറ്റസ്റ്റേഷൻ കിട്ടണം. MOF, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്. ഡിഗ്രിയും PG. 2 year എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അപ്പൊ നമുക്ക് നാട്ടിലിപ്പോ സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ 2 അക്കാദമിക് ഇയർ അല്ലേ വരിക? അപ്പൊ 10 months + 10 months. അപ്പോ അത് ഓക്കെ ആണോ? അതായത് 2 year ആയിട്ട് തന്നെയാണോ അത് പരിഗണിക്കുക? അതോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ 2 year എന്നല്ലേ വരിക? 1 അക്കാദമിക് ഇയർ എന്നല്ലേ വരിക അത്? പക്ഷെ ടോട്ടൽ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 2 years കാണിക്കുന്നുണ്ടെങ്കിൽ അത് മതി. അക്കാഡമിക് ഇയർ യെസ് ഓഫ് കോഴ്സ്, കാരണം അത് മതി. കാരണം നമുക്ക് 1 year ആണ്, 1 year 10 months ആണല്ലോ അക്കാഡമിക് ഇയർ. That would be fine. നമുക്ക് അറ്റസ്റ്റേഷൻ ചെയ്യണം എന്നാണ് മാം പറഞ്ഞത്. എങ്ങനെ? FLO കംപ്ലീറ്റ് ചെയ്തായിരുന്നു, പക്ഷെ അതിനുശേഷം നമ്മൾ അറ്റസ്റ്റേഷൻ ഇമ്പോർട്ടന്റ് ആണോ? എന്ത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞേ? ഡാറ്റ ഫ്ലോ, DHAന്റെ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പക്ഷെ എന്നിട്ട് നമുക്ക് അറ്റസ്റ്റേഷൻ ചെയ്യണോ?
ഈ ഡാറ്റ ഫ്ലോ അറ്റസ്റ്റേഷൻ ചെയ്യാതെ എങ്ങനെ കിട്ടി? ഏജൻസി വഴിയാണ് ചെയ്തത്, കംപ്ലീറ്റ് ആയിരുന്നു. നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അറ്റസ്റ്റഡ് ആയിരിക്കണം. ആണല്ലേ? അതിനുശേഷം പിന്നെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ജോബ് കിട്ടിയിട്ട് നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യും. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ KHDന്റെ കീഴിലും ഹോസ്പിറ്റലാണെങ്കിൽ MOHന്റെ കീഴിലും നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യും. ഓക്കെ, നമ്മുടെ നാട്ടിലെ മാതിരി വെറുതെ ഒരു ഓഫർ ലെറ്റർ തന്നിട്ട് ജോബിന് കയറിക്കോ നാളെ മുതൽ വന്ന് തുടങ്ങിക്കോ എന്നല്ല. ഇവിടെ കൃത്യമായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ ഗവൺമെന്റിന്റെ കീഴിൽ, ഇവിടുത്തെ ഗവൺമെന്റ് കീഴിൽ, മിനിസ്ട്രീന്റെ കീഴിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യും. ആ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് അറ്റസ്റ്റഡ് ആയിരിക്കണം. സോ നിങ്ങൾ ഡാറ്റ ഫ്ലോ ചെയ്തിട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി അറ്റസ്റ്റഡ്, UG PG അറ്റസ്റ്റഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു തന്നത്. ഹബീബ കണ്ടിന്യൂ ചെയ്യാം. അപർണ പ്ലീസ് വെയിറ്റ്. ഇപ്പൊ എക്സാം ഉണ്ടായിരുന്നു സൈക്കോളജി. അപ്പൊ നമുക്കിപ്പം വെയിറ്റേജ് ഇന്ന ഏരിയ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുന്നുണ്ടോ? എനിക്ക് ക്ലിയർ ആയില്ല ഹബീബ. എക്സാംസിന് ക്ലിനിക്കൽ സൈക്കോളജി കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് വെയിറ്റേജ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ടോ എക്സാമിലോ? അതെ, എക്സാമിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം അതിൽ എന്താ വരിക എന്നുള്ളത് അപ്പൊ കാണുന്നവർക്ക് അറിയുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻസ് ഫുള്ള് വരുന്നത് സൈക്കോളജി ബേസിസിലാണ്. ജനറൽ എന്തെങ്കിലും വരുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ എങ്ങനെ ഏത് പാറ്റേൺ ഒന്നും എനിക്കറിയില്ല. ഏകദേശം ഒരു നെറ്റിലേക്ക് ഒരു ഇൻഡയറക്ട് പാറ്റേൺ ആണ് വരുന്നത്. പക്ഷെ ഏതാ സിലബസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഹലോ മാം. മാം, 1 year ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം ഞാൻ റിസൈൻ ചെയ്യുകയാണ്. അടുത്ത വേറെ ക്ലിനിക്കിലേക്ക് സെയിം ഫീൽഡ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവുമോ? ബേസിക്കലി കണ്ടിന്യൂസ് 2 years എക്സ്പീരിയൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഇഫ് യു ആർ ഇൻ ടു ദ സെയിം ഫീൽഡ്, ക്ലിനിക്കൽ സൈക്കോളജി ഫീൽഡ് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം നമ്മൾ ഒരു ഫേമില് മിനിമം 2 വർഷമെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണ് ആ വർക്ക് എക്സ്പീരിയൻസിന് എന്താ പറയാ ഒരു വാല്യൂ ഉണ്ടാവുക. മനസ്സിലായില്ല? ഒരു ഫേമിൽ നമ്മൾ മിനിമം 2 വർഷം വർക്ക് ചെയ്താലാണ് ആ എക്സ്പീരിയൻസിന് വാല്യൂ ഉണ്ടാവുക. So if you're resigning from there, it's fine. But if you have to join us in the same post, assistant professor ആയിട്ട് പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം എലിജിബിൾ ആവില്ല. അതേസമയം നിങ്ങൾ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് തന്നെയാണ് പോസ്റ്റ്, സെയിം ഫീൽഡ്, പക്ഷേ ഡിഫറെന്റ് പ്ലേസ് ആണ്. So I'm not sure, but should be acceptable. At least 2 years of experience എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യണം. I mean ആ ഡ്യൂറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ it should be acceptable. മാം CDA ലൈസൻസ് കിട്ടാൻ എക്സാംസ് ആണോ അല്ലെ ഇന്റർവ്യൂ ആണോ? എക്സാംസ് ആണെന്നാണ് എന്റെ അറിവ്. ഇവര് മിനിറ്റിന് പാറ്റേൺ മാറ്റും. അതുകൊണ്ട് ഇപ്പൊ ഉള്ള പാറ്റേൺ അല്ല അടുത്ത CDA എക്സാമിന് ഉണ്ടാവുക. അങ്ങനൊരു സംഭവമാണ്. അവർക്ക് കാൻഡിഡേറ്റ്സിന്റെ കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് പാറ്റേൺ മാറ്റും. ഓക്കെ മാം, ആസ് എ സ്കൂൾ കൗൺസിലറിലെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മാം ഫർസാന കേൾക്കുന്നില്ല. ഓക്കെ, മാം സ്കൂൾ കൗൺസിലർ ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്? മാമിന് CDA ലൈസൻസ് ആയിരിക്കില്ല എവിടെ ഉണ്ടാവുക? യെസ്, ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല. Okay, thank you. Mine is on procedure. ഞാൻ പറഞ്ഞ it will take minimum 2 years. Okay. അപ്പൊ ലൈസൻസ് അല്ലെങ്കിലും നമുക്ക് സ്കൂൾസിലൊക്കെ ജോബ് കിട്ടും അല്ലേ? നോട്ട് ഓൾ സ്കൂൾസ്. ഞാൻ പറഞ്ഞ ഇപ്പം ഗ്രാജുവലി മാൻഡേറ്ററി ആയി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ നിന്നുള്ള പ്രഷർ ഹൈ ആണ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇപ്പൊ ബ്രിട്ടീഷ് മീഡിയം സ്കൂളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് മാൻഡേറ്ററി ആണ്. പക്ഷെ ഇന്ത്യൻ സ്കൂളുകളിൽ കൂടുതലും ലൈസൻസ് അവർ വലിയ അത്യാവശ്യമായിട്ട് ചോദിക്കുന്നില്ല. സോ ഫാർ അൺടിൽ ദാറ്റ് റൂൾ കംസ് ഔട്ട്. യുജിയും പിജിയും സെയിം ഡിഗ്രി ആയിരിക്കണോ? Yes, I think I have already clarified that doubt many times. പക്ഷെ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് യുജിക്ക് ഡിഗ്രീസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. യുജിക്കല്ല, പിജിക്ക്. UG is BSc psychology, that's general. മാം, വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ടോ? ജെനുവിനിറ്റി
അങ്ങനെ എന്തെങ്കിലും? ജെനറ്റിക് ഇക്വാലൻസി ഒക്കെ നിങ്ങൾക്ക് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. അതിനാദ്യം നിങ്ങളുടെ 2 സർട്ടിഫിക്കറ്റ്സും അറ്റസ്റ്റ് ചെയ്ത് കിട്ടണം. ക്ലിയർ അല്ല അസ്ന. ഹെഡ്സെറ്റ് ആണെങ്കിൽ കുറച്ച് അകത്തി പിടിച്ചിട്ട് സംസാരിക്കുക. ക്ലിയർ അല്ല. Training or internship opportunities. Training or internship opportunities are not that wide here. അത്ര വൈഡ് അല്ല, പക്ഷെ കിട്ടും. ബട്ട് യു വിൽ ഹാവ് ടു പേ. ദിർഹംസ് ആയിട്ടോ റിയാൽസ് ആയിട്ടോ ദിനാർസ് ആയിട്ടോ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുള്ള പരിപാടികൾ ഇവിടെ വളരെ കുറവാണ്. ഹോസ്പിറ്റൽസിൽ അപ്ലൈ ചെയ്യാന് ലൈസൻസ് കിട്ടിയതിന് ശേഷമല്ലേ പറ്റുള്ളൂ? അല്ലാതെ ആദ്യം അപ്ലൈ ചെയ്തിട്ട് നമുക്കിപ്പോ ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഇതിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം ലൈസൻസ് നമ്മള് കിട്ടിയിട്ടല്ലേ പറ്റുള്ളൂ? ആ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സിവിയിൽ DHA അല്ലെങ്കിൽ കിട്ടുന്ന ലൈസൻസിന്റെ നമ്പർ ഉണ്ടാവും. ലൈസൻസ് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഐ തിങ്ക് ജുനൈദ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം. വി ഹാവ് എക്സീഡഡ് ദ ടൈം. ഒരു ഡൗട്ട്. ലാസ്റ്റ് വൺ അഫ്സ. നേരത്തെ മാം പറഞ്ഞില്ലേ പിന്നെ ഇവിടുത്തെ കുറച്ച് കോഴ്സ് ഉണ്ട്, അത് UAE നടക്കുന്ന കുറച്ച് കോഴ്സ്, പിന്നെ ദുബായിൽ, അതിന്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറ്റില്ല? ഷെയർ ചെയ്താലും മതി. ഇപ്പം അബുദാബി ആണെങ്കിൽ കോഴ്സിന്റെ പേരുകൾ പറയാം. ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇൻ ഗൂഗിൾ. ABA അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ്, പിന്നെ RBT ഇപ്പം അവൈലബിൾ അല്ല. IBT ഇന്റർനാഷണൽ ബിഹേവിയർ ടെക്നീഷ്യൻ, അബാറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് QABA ബോഡിയുടെ. ഓക്കെ, പിന്നെ ഡിപ്ലോമ ഇൻ സെൻസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ്. ഷെഹസാദ് ചോദിച്ച സാലറി, ഷെഹസാദ് ഒന്ന് ഊഹിക്കാവോ സാലറി എത്ര ഇവിടെ കിട്ടുമെന്ന് ആസ് എ സ്റ്റാർട്ടർ? I mean, say for example, in terms of UAE. 3,000. നമുക്ക് ഡിപ്പെൻസ് അപ്പോൺ 7,000 കുറച്ച് അത്യാഗ്രഹമല്ലേ ഷെഹസാദ്? ഓക്കെ, ഞാൻ പറയാം. How to attest and all, just go and check with any educational agencies. Just Google it. Okay. LSA പോസ്റ്റുകളാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി എങ്ങനെയായാലും 2,000 കിട്ടും. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ബി ഹയർഡ്. ഓക്കെ, ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ബി ഹയർഡ്. നിങ്ങൾ എമിറേറ്റുകൾ അനുസരിച്ചിരിക്കും. ദുബായ്, അബുദാബി, എമിറേറ്റ്സ്. ഫോർ എക്സാമ്പിൾ UAE-യിലാണെങ്കിൽ ദുബായ്, അബുദാബി, എമിറേറ്റ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാർട്ടിംഗ് പാക്കേജ് കിട്ടും. നാട്ടില് 1 ലക്ഷത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തായാലും സ്റ്റാർട്ടിംഗ് പാക്കേജ് കിട്ടും. ഓക്കെ, ഷാർജ മുതൽ ബാക്കിയുള്ള എമിറേറ്റ്സ് ആണെങ്കിൽ അവിടെ എക്സ്പെൻസ് വളരെ കുറവാണ്, ജീവിത ചെലവും കുറവാണ്, അതുകൊണ്ട് തന്നെ സാലറിയും കുറവാണ്. 3,000-4,000 ദിർഹംസ് ഒക്കെയാണ് കിട്ടുക. ബാക്കിയുള്ള രാജ്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ പോയാലും നാട്ടിലെ ഒരു 80,000 മുതൽ 1.5 ലക്ഷം വരെ റേഞ്ചിലുള്ള ഇവിടുത്തെ കറൻസിയിലായിരിക്കും കിട്ടുക. ഓക്കെ, ഉളകിതരാവരുത് കേട്ടോ. 1.5 ലക്ഷം നമുക്കിവിടെ 10,000 നമ്മൾ നമുക്കിവിടെ നമ്മളിവിടെ നാട്ടിൽ ഇവിടെ 10,000 റുപ്യക്ക് ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന അവിടെ 1 ലക്ഷം 1.5 ലക്ഷം കിട്ടും. ഇവിടെ ചെലവ് അതിനനുസരിച്ചുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ 1.5 ലക്ഷം കിട്ടിയാൽ അത് പോകുന്ന വഴിയൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, നാട്ടിലെ 10,000 ഇവിടെ കിട്ടുന്ന നാട്ടിലെ 1.5 ലക്ഷം ഒരേ സൈസാണ്. ഐ മീൻ ഒരേ ചെലവ് കഴിയുമ്പോൾ ഒരേ സാധനമായിട്ടേ വരുള്ളൂ. I think we can wind up a lot of questions. I think I have already clarified a lot of things. കൂടുതലും ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഐ ആം ഫീലിംഗ് ദ സെയിം. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ വിൽ ബി ഈ സെയിം സംഭവം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഗ്രൂപ്പിൽ. നാളെ യൂട്യൂബ് ലിങ്ക് ആയിട്ട് പോസ്റ്റ് ചെയ്യും. സോ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു ഗോ ത്രൂ ദി ഇതിനു മുമ്പ് പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഓൾസോ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ കുറച്ച് വെബ്സൈറ്റ്സും ലിങ്കുകളും മറ്റുമെല്ലാം ഞാൻ ഷമീമ ഷെയർ ചെയ്യുന്നത് ഞാൻ ഗ്രൂപ്പിലിടാം. ഞാൻ എന്തായാലും എന്താ പറയാ ഡോക്യുമെന്റ്സ് എന്റെ അടുത്തുള്ള ഡോക്യുമെന്റ്സ് കൂടുതലും UAE based ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. സോ എനിവൺ സ്പെസിഫിക്കലി ലുക്കിംഗ് ഇൻടു UAE can use that documents. പിന്നെ കോഴ്സസിന്റെ നെയിംസ് വേണമെങ്കിലും ആ കോഴ്സസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നെയിം വേണമെങ്കിലും ഞാൻ പ്രൊവൈഡ് ചെയ്യാം. I'll provide it personally to Junaid and he will share it in the group. Sure. So thank you all for attending.
ഞാൻ നേരത്തെ ഇനീഷ്യലി പറഞ്ഞ പോലെ യു ക്യാൻ കണ്ടിന്യൂ ഇൻ ദ ഗ്രൂപ്പ് ഫോർ മോർ റിസോഴ്സസ്. അതുപോലെ തന്നെ ഇതിന്റെ റെക്കോർഡിംഗ് പ്ലസ് കമ്മിങ് സെഷൻസ് എല്ലാം ഗ്രൂപ്പിൽ ഉണ്ടാവുന്നതാണ്. താങ്ക് യു ആൾ. Thank you, ma'am.